സ്വാമി വിവേകാനന്ദൻ യേശുവിനെ കണ്ടത് മറ്റൊരു രീതിയിലാണ്. പക്ഷേ സ്വാമി വിവേകാനന്ദനും ഗാന്ധിജിയും അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളും ഇസ്ലാമും എല്ലാം ഒരേ ആളെയാണ് കാണുന്നത്. ഒരേ വ്യക്തിത്വത്തിന്റെ, ഒരേ ചരിത്ര പുരുഷന്റെ, ഒരേ വ്യക്തിയുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ. 2-ാം നൂറ്റാണ്ടിൽ സഭ പറഞ്ഞു ഇത് പിശാചിന്റെ ഉപദേശമാണിത് എന്ന് പറഞ്ഞ് ശപിച്ച് തള്ളിക്കളഞ്ഞ സാധനത്തിന് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വരികയാണ്. ഇത് സ്വർഗത്തിലെ വെളിപ്പാടാണെന്നും പറഞ്ഞ് മുഹമ്മദ് കൊണ്ടുവരുമ്പോൾ നമ്മൾ സ്വീകരിക്കണം. ഇല്ല, സ്വീകരിക്കേണ്ട ഒരാവശ്യമില്ല. 2-ാം നൂറ്റാണ്ടിൽ സഭ എടുത്ത നിലപാട് എന്താണോ അത് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ ഞങ്ങൾക്കുള്ളത്. ഈസ എന്ന് പറയുന്നത് ഈ ജ്ഞാനവാദികളുടെ യേശുവാണ്. അതാണ് ഈ ഖുറാനിലെ മുഹമ്മദ് കോപ്പി അടിച്ചത്. ഈ കേരളത്തിലെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന സദസ്സിന് മാത്രമല്ല, എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള, നാം എല്ലാവരും ആദരിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ ശ്രീ അനിൽകുമാർ അയ്യപ്പനും. ഏതൊക്കെ തരത്തിൽ അവരെ 2 പേരെയും വിശേഷിപ്പിക്കാമെന്നറിയില്ല. കമൻറ്റേറ്ററെന്നോ, ഡിബേറ്ററെന്നോ, ആക്ടിവിസ്റ്റെന്നോ, ഒറേറ്ററെന്നോ, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 2 പേരും ഒരേ രീതിയിൽ നിൽക്കുന്നവരാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഒരു സംവാദമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം പല സംവാദങ്ങളും മറ്റു പല തലങ്ങളിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രാരംഭമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് 2 പേരും തുടക്കത്തിൽ അരമണിക്കൂർ വീതം വിഷയം അവതരിപ്പിക്കും. അപ്പം അങ്ങനെ തന്നെ 1 മണിക്കൂറായി. അതിനുശേഷം ഒരു ഖണ്ഡനമുണ്ട്. അത് 2 പേർക്കും 15 മിനിറ്റ് വീതം കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അരമണിക്കൂർ കൂടെയായി. അതിനുശേഷം ആ ഖണ്ഡനത്തിനുള്ള മറുപടിയും 2 പേർക്കും ലഭിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊട്ടും കുറവ് ചെയ്യാൻ ഇല്ല. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അത് നമ്മുടെ ക്ലോക്ക് പോകുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് ആ സമയം പാലിക്കുന്നതാണ്. വിഷയത്തെക്കുറിച്ച് മോഡറേറ്റർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ഞാൻ ഈ സമയത്ത് മുതിരുന്നില്ല. ഞാൻ വളരെ ഓപ്പൺ മൈൻഡോടുകൂടി ഇരിക്കുകയാണ്. കാരണം ഏതൊരു വിഷയത്തിനും നമ്മൾ 2 സൈഡ്സ് ഓഫ് എ കോയിൻ എന്നോ അല്ലെങ്കിൽ 2 സൈഡ്സും അല്ല, മിക്കവാറും ഉള്ളവർ പറയുന്നത് തേർഡ് സൈഡും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സൈഡും 2 സൈഡും പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു സൈഡും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതുകൊണ്ട് ഡയറക്റ്റായിട്ട് സംവാദത്തിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞല്ലോ. അതിനുശേഷം 10 മിനിറ്റ് വീതം വീണ്ടും ഖണ്ഡനത്തിനുള്ള മറുപടിക്കൊരു സമയമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 2 മണിക്കൂർ 20 മിനിറ്റായി. ബാക്കിയുള്ള ഒരു 40 മിനിറ്റ് സമയം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അത് ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഒരു ഡിബേറ്റ് എന്നുള്ള തലത്തിൽ ഒരു ഓറൽ ഡിബേറ്റിലേക്ക് കടക്കാനായിട്ടല്ല, ന്യായമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ 2 പേരോടും ചോദിക്കാനുള്ളത് നിങ്ങൾ പേപ്പറിനകത്ത് എഴുതി അതിനുള്ള ആൾക്കാർ വരും ആ സമയത്ത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. ഇതാണ് ഈ സംവാദം എന്ന മുന്നമേ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടന്നു വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും മോഡറേറ്റർ എന്നുള്ളതിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ഇതൊരു പഠനം പോലെ നിങ്ങൾ കരുതുക. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ സാധാരണ ടി വിയിലെ ഡിബേറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആർഗ്യുമെൻറ്റും പെട്ടെന്നുള്ളതുമൊക്കെയാണ്. ഇവിടെ അങ്ങനെ ഒന്നുമല്ല. ഒരാളുടെ സമയം കഴിയുമ്പോൾ വളരെ ശാന്തമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോഴാണ് അടുത്ത ആൾ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി മുൻപ് കൂട്ടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രസംഗകരെ, ഡിബേറ്റിൽ പങ്കെടുക്കുന്നവരെ ഒന്നിക്കോട് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്നും പറയാനായിട്ടില്ല. നേരെ നമ്മൾ സംവാദത്തിലേക്ക് തുടങ്ങുകയാണ്. ഒന്നാമതായിട്ട് ശ്രീ രാഹുൽ ഈശ്വറാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ ഹാർദമായി ക്ഷണിക്കുകയാണ്. താങ്ക് യു. മുപ്പത് മിനിറ്റ് 2 പോയിന്റുകൾ. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ എത്ര പോയിന്റുകളാണ് സംസാരിക്കുന്നത്, എത്ര നേരമാണ് സംസാരിക്കുന്നത് പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത്. ഞങ്ങൾ ഈ ചാനൽ ചർച്ചകളിലും ടി വി ഡിബേറ്റുകളിലൊക്കെ ഇരുന്ന് കിട്ടുന്നൊരു ദുശീലമോ നല്ല ശീലവുമാണ്. ആദ്യം തന്നെ നമ്മളെല്ലാം വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന ദൈവത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത പാതകളിലൂടെ
ദൈവത്തിലേക്ക് എത്തുന്ന എല്ലാവർക്കും, എല്ലാ പ്രവാചകന്മാർക്കും ദൈവദൂതന്മാർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത സാക്ഷി നെറ്റ്വർക്കിന് ശ്രീ അജീഷ്, അദ്ദേഹമാണ് ആദ്യം എന്നെ കണക്ട് ചെയ്തത്, ശ്രീ അജീഷ്, അദ്ദേഹത്തിന് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ അവർക്ക് ഒക്കെ നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഞാൻ ദൈവമായി കാണുന്ന, വിശ്വസിക്കുന്ന സ്വാമി അയ്യപ്പൻ്റെ സർനെയിമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ സ്വാമി അയ്യപ്പന് വേണ്ടി 10-20-21 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മറ്റൊരു വിശ്വാസ പാതയിലാണ്, എന്നിരുന്നാലും ആ സർനെയിമുള്ള വ്യക്തിയാണ്. അതിനെ ആദരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക്, അല്ലെങ്കിൽ ഈ രണ്ട് നിലപാടുകൾ തമ്മിൽ, അല്ലെങ്കിൽ ചരിത്രപരമായ വസ്തുതകൾ തമ്മിൽ എങ്ങനെയാണ് തുലനം ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആ ഡിബേറ്റിൻ്റെ കോർ പ്രിമൈസിലേക്ക്, അല്ലെങ്കിൽ അടിസ്ഥാന പ്രിമൈസിലേക്ക് കടക്കാം. പരിശുദ്ധ ബൈബിളും പരിശുദ്ധ ഖുറാനും ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഞാൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെയും പരിചയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനിലൂടെയാണ്. അദ്ദേഹം ലോകത്ത് 4 വിശ്വഗുരുക്കന്മാർ, വേൾഡ് ടീച്ചർമാരുണ്ട് എന്നാണ് പറയുന്നത്. കൃഷ്ണൻ, ബുദ്ധൻ, യേശു, മുഹമ്മദ് നബി, ഇങ്ങനെ 4 പേരെയാണ് സ്വാമി വിവേകാനന്ദൻ ലോകത്തിലെ ടീച്ചർമാരായി, അല്ലെങ്കിൽ വിശ്വഗുരുക്കന്മാരായി കാണുന്നത്. ആ 4 പേരെയും കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയ സ്വാമി വിവേകാനന്ദനെയും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും, യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പാതയിൽ സഞ്ചരിച്ച, ലോകത്തിന് വീണ്ടും ക്രിസ്തുവിൻ്റെ പാത കൃത്യമായി നിർവചിച്ചു കൊടുത്തത് മഹാത്മാഗാന്ധിയാണെന്ന് മാർട്ടിൻ ലൂതർ കിങ് പറയാറുണ്ട്. ആ മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് ആദ്യ ചോദ്യം, പരിശുദ്ധ ബൈബിളിലെ യേശു തന്നെയാണോ പരിശുദ്ധ ഖുറാനിലെ ഈസ? ഇത് ഒരുപാട് കാലമായി വ്യത്യസ്ത ആൾക്കാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ, മുസ്ലിം വിശ്വാസങ്ങളിൽപ്പെട്ട പല ആൾക്കാരും ഇതിനെക്കുറിച്ച് തർക്കിക്കുകയും മറ്റും കാണുകയുണ്ടായി. ഈ വിഷയത്തിൻ്റെ ചരിത്രപരമായ വസ്തുത എന്താണ്? വിശ്വാസങ്ങളിൽ വ്യത്യാസം കാണാം, വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം കാണാം, ദൈവശാസ്ത്രപരമായ സമീപനങ്ങളിൽ വ്യത്യാസം കാണാം. എന്നാൽ ചരിത്രത്തിൽ ഇത് രണ്ടും ഒരു വ്യക്തികളല്ലേ? ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് മുമ്പിലുള്ള ചോദ്യമുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ഡിബേറ്റ് ഒരുപാട് കാലമായിട്ട് നിൽക്കുന്നതാണ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻസിലൊന്ന്, ആദരണീയനായ പോപ്പ് ഒക്ടോബർ 28, 1965 നോസ്ട്രാ എറ്റേറ്റെ, വത്തിക്കാന്റെ ഔദ്യോഗിക ഡോക്യുമെന്റാണ്. സഹോദര സമുദായങ്ങളോടോ മറ്റു മതങ്ങളോടോ ഉള്ള വത്തിക്കാന്റെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ്. വളരെ പ്രസിദ്ധമായ, ലോകത്തിലെ എല്ലാ മതസമൂഹങ്ങളും പഠിച്ചിരിക്കേണ്ട ആധുനിക പള്ളിയെ, വിശിഷ്യ കത്തോലിക്ക സഭയെ നിർവചിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിലൊന്നാണ്. അതിൽ 3-ാം പാരാഗ്രാഫ് മുസ്ലിങ്ങളെ കുറിച്ചാണ്. ആ പാരാഗ്രാഫിൽ എഴുതിയിരിക്കുന്ന വാക്കുകളാണിവ. അതിൻ്റെ മലയാളവുമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അടുത്ത പാരാഗ്രാഫ് എൻ്റെ മലയാളം എഴുതിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു പ്രവാചകനായി അദ്ദേഹത്തെ ആദരിക്കുന്നു. യേശുവിൻ്റെ കന്യകയായ മാതാവായ മറിയത്തെയും അവർ ആദരിക്കുന്നു. ചില അവസരങ്ങളിൽ ഡിവോഷൻ, ഭക്തിയോടുകൂടി അവരെ സ്മരിക്കുന്നു. കൂടാതെ മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെട്ട എല്ലാവർക്കും ദൈവം അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ന്യായവിധി ദിനത്തെ അവർ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ധാർമ്മിക ജീവിതത്തെ അവർ വിലമതിക്കുകയും പ്രത്യേകിച്ച് പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നിവയിലൂടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ചില വഴക്കുകളും വൈരാഗ്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തെ മറന്ന് പരസ്പര ധാരണയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഈ വിശുദ്ധ സിനഡ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത് 5 വർഷമെടുത്ത് വത്തിക്കാൻ പ്രിപ്പയർ ചെയ്ത നോസ്ട്രാ എറ്റേറ്റെ എന്ന, അതായത് ഇൻ അവർ ഏജ് എന്നൊക്കെ ലാറ്റിനിൽ അർത്ഥം വരുന്ന, നമ്മുടെ കാലഘട്ടത്തെ നിർവചിക്കുന്ന വത്തിക്കാന്റെ ഡോക്യുമെന്റാണ്. അതിൽ വളരെ വ്യക്തമായി തന്നെ, അതിൽ ഹിന്ദു മതത്തെക്കുറിച്ചുണ്ട്, ബുദ്ധധർമ്മത്തെക്കുറിച്ചുണ്ട്. ദർ ഇസ് എ റേ ഓഫ് ട്രൂത്ത് വിച്ച് എൻലൈറ്റൻസ് ഓൾ മെൻ. അതായത് ബാക്കിയുള്ള എല്ലാ മതങ്ങളിലെയും സത്യവും ശരിയുമായ കാര്യങ്ങളെ തങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി റിസർച്ച് നടത്തി വർഷങ്ങളെടുത്ത്, കൃത്യം പറഞ്ഞാൽ 1960 മുതൽ 65 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രിപ്പയർ ചെയ്ത നോസ്ട്രാ എറ്റേറ്റയിൽ 3-ാം പാരാഗ്രാഫിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇത് വേറെ ആരെങ്കിലും കുറിച്ചാണോ പറയുന്നത്? പക്ഷേ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? വിശ്വാസപരമായ വ്യത്യാസമുണ്ട്, ദൈവശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്. ഫാക്റ്റിൽ യേശുക്രിസ്തു 2-ലും ഒന്നാണ്, എന്നാൽ ഫെയ്ത്തിൽ വ്യത്യാസമാണ്. ഫാക്റ്റിൽ ബൈബിളിലെയും ഖുറാനിലെയും ജീസസ് എന്ന് പറയുന്ന, ഈശ എന്ന് പറയുന്ന, യേശുവ എന്ന് പറയുന്ന യേശു ഒന്നാണ്, എന്നാൽ ഫെയ്ത്തിൽ വ്യത്യാസമാണ്. അതാണ് പോപ്പിന്റെ ഈ സ്റ്റേറ്റ്മെന്റ്. 2, പോപ്പ് ജോൺ പോൾ II 5 മെയ് 1999. ഇത് പോപ്പ് പരിശുദ്ധ ഖുറാൻ കിസ് ചെയ്യുന്ന ഒരു ചിത്രമാണ്, വളരെ പ്രസിദ്ധമായ ചിത്രമാണ്.
പരസ്പര സാഹോദര്യവും മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഒക്കെ നിലനിൽക്കണം എന്ന അദ്ദേഹത്തെ ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ബാഗ്ദാദിലാണ് സംഭവം. ബാഗ്ദാദിലെ കുറേ ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വരുമ്പോഴാണ്, അവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ പോപ്പിനെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധ ഖുറാൻ കൊടുക്കുകയും അദ്ദേഹം ആ ഖുറാൻ കയ്യിൽ മേടിച്ച് ആ പരിശുദ്ധ ഖുറാനെ ചുംബിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളാണ്. എന്നിട്ട് പോപ്പ് ജോൺ പോൾ II 5 മെയ് 1999 പറയുന്നു. ഇത് സൈഡിലിരിക്കുന്ന എല്ലാം ചിത്രങ്ങൾ ഒഫീഷ്യൽ ഡോക്യുമെന്റുകളാണ്. ഇതെല്ലാം ഒഫീഷ്യൽ വത്തിക്കാന്റെ ഡോക്യുമെന്റുകൾ, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുന്ന ഡോക്യുമെന്റുകളാണ്. അതിൽ അദ്ദേഹം പറയുന്നു, യഹൂദരും ക്രിസ്ത്യാനികളും പോലെ മുസ്ലിങ്ങളും എബ്രഹാമിന്റെ ദൈവത്തിന്റെ വിധികളോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മാതൃകയായി കാണുന്നു. അബ്രഹാമിന്റെ മാതൃക പിന്തുടർന്ന് വിശ്വാസികൾക്ക് ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ അർഹമായ സ്ഥാനം നൽകാൻ ശ്രമിക്കുന്നു. ദൈവീക ഇച്ഛയോടുള്ള സമർപ്പണത്തിലൂടെ എബ്രഹാം തുറന്നിട്ട ഈ വഴിയിൽ അദ്ദേഹത്തിന്റെ സന്തതിയായ, ഡിസെൻഡന്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ സന്തതിയായ അഥവാ സന്തതി പരമ്പരയിൽപ്പെട്ട യേശുവിന്റെ മാതാവും അനുഗ്രഹീത കന്യകയുമായ പരിശുദ്ധ മറിയത്തെയും നാം കാണുന്നു. മുസ്ലിങ്ങളും പ്രത്യേകിച്ച് ജനകീയ ഭക്തി പാരമ്പര്യങ്ങളിൽ അവരെ ഭക്തിയോടെ സ്മരിക്കുന്നു. ഇത് ഔദ്യോഗിക ഡോക്യുമെന്റാണ്. കുറച്ചുകൂടെ കൃത്യമായി പോപ്പ് സെയിന്റ് ജോൺ പോൾ II 19 ഓഗസ്റ്റ് 1985 മൊറോക്കോയിൽ പറയുന്നു, നമ്മൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ഒരേ ദൈവത്തിലാണ്. നമ്മൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ഒരേ ദൈവത്തിലാണ്. അതിലെ കൃത്യമായ വാക്കുകളും കൂടെ ഞാൻ പറയാം. ഞാനതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കാസാബ്ലാങ്കയിൽ അഥവാ മൊറോക്കയിൽ യുവ മുസ്ലിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഇന്നും വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഏക ദൈവത്തിൽ, ജീവിക്കുന്ന ദൈവത്തിൽ, ലോകത്തെ സൃഷ്ടിക്കുകയും തൻ്റെ സൃഷ്ടികളെ പരിപൂർണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാഹ്വേ എന്ന് വിളിക്കുന്ന ദൈവവും അള്ളാഹു എന്ന് വിളിക്കുന്ന ദൈവവും ഒന്നാണെന്നാണ്. നാം ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോപ്പാണ്. തീർന്നില്ല. പോപ്പിന്റെ മാത്രം സ്റ്റാൻഡല്ല, അത് കത്തോലിക്ക സഭയിലെ ഏറ്റവും പരമാധ്യക്ഷന്റെ സ്റ്റാൻഡാണ്. ഇത് കെന്നത്ത് ക്രെയ്ഗ് എന്ന ആംഗ്ലിക്കൻ ബിഷപ്പാണ്. ഇദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ജീസസ് ആൻഡ് ദി മുസ്ലിം. അതിൽ അദ്ദേഹം പരിശോധിക്കുന്നത്, ഇതാണ് ആ പുസ്തകത്തിന്റെ കവർ പേജ്, പരിശോധിക്കുന്നത് പരിശുദ്ധ ബൈബിളിലെ മാത്രമല്ല ഖുറാനിലെ, മുസ്ലിം പോയട്രിയിലെ, മുസ്ലിം ഡിവോഷനിലെ ജീസസിനെ കുറിച്ചാണ്. അതായത് ആംഗ്ലിക്കൻ ബിഷപ്പായ കെന്നത്ത് ക്രെയ്ഗ് എഴുതുന്ന പുസ്തകം തന്നെ ജീസസ് ആൻഡ് ദി മുസ്ലിം ആൻ എക്സ്പ്ലോറേഷൻ ആണ്. അതിൽ യേശു ക്രിസ്തുവിനെ ബൈബിളിലും ഖുറാനിലും ഇസ്ലാമിക പോയട്രിയിലും മുസ്ലിം ഡിവോഷനിലും അന്വേഷിക്കുകയാണ്. അദ്ദേഹവും കണ്ടെത്തുന്ന നിഗമനങ്ങൾ ഇത് തന്നെയാണ്. വിശ്വാസപരമായ വ്യത്യാസമാണ്, പക്ഷേ വസ്തുതയിൽ ഒന്നാണ്. ദൈവശാസ്ത്രപരമായ വ്യത്യാസമാണ്, പക്ഷേ ചരിത്രപരമായി ഒന്നാണ്. ഇനിയും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശബ്ദമാണെങ്കിൽ, ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റികൾ, ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ വേൾഡ്, അവരുടെ അഭിപ്രായങ്ങളും അവർ പ്രസിദ്ധീകരിച്ച ഗവേഷണങ്ങളും പ്രബന്ധങ്ങളും പുസ്തകങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ദ മുസ്ലിം ജീസസ് ആണ്. അതിൽ ജീസസ് ഇൻ അറബിക് ഇസ്ലാമിക് ലിറ്ററേച്ചർ, ഇത് വേറെ ആരെങ്കിലും കുറിച്ചല്ല, യേശുവിനെ കുറിച്ച്, ഈസയെ കുറിച്ച്, യേശുവെ കുറിച്ച്, ജീസസിനെ കുറിച്ച് വ്യത്യസ്ത അറബിക് ഇസ്ലാമിക് ലിറ്ററേച്ചറിലുള്ള കഴിഞ്ഞ 1000 വർഷങ്ങളിലെ, 1000-ലധികം വർഷങ്ങളിലെ, മോർ ദാൻ 1000 ഇയേഴ്സ്, 1000-ലധികം വർഷങ്ങളിലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനം. ഇത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ജീസസ് ദ ന്യൂ കേംബ്രിഡ്ജ് കമ്പാനിയൻ ടു ജീസസ്. ഇവരെല്ലാം പ്രസിദ്ധീകരിക്കുന്ന, ഈ ബഹുഭൂരിപക്ഷം എഴുതിയിരിക്കുന്നതും ക്രിസ്ത്യാനികളാണ്, വേറെ വിശ്വാസികളോ വിശ്വാസമോ ഇല്ലാത്തവരോ അല്ല. അത് ഇസ്ലാമിക് ട്രഡീഷനിലെ, ഇസ്ലാമിക പാരമ്പര്യത്തിലെ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് കാണുന്നതെന്നും പ്രോഫറ്റായിട്ടാണ് കാണുന്നത് അഥവാ പ്രവാചകനായിട്ടാണ് കാണുന്നത്, ദൈവീകത, ഡിവിനിറ്റി ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി നടത്തുന്നൊരു പഠനത്തിന്റെ പുസ്തകമാണ്. അടുത്തത് യേൽ യൂണിവേഴ്സിറ്റി പ്രസ്. ആദ്യത്തേത് ഹാർവേഡ്, പിന്നീട് ഉള്ളത് കേംബ്രിഡ്ജ് ആണെങ്കിൽ യേൽ യൂണിവേഴ്സിറ്റി പ്രസ്സിൽ. ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഞാൻ PPT ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ PPTയും ലിങ്കുകളും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. യേൽ യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വളരെ കൃത്യമായി മൂന്നാമത്തെ എബ്രഹാമിക് ഫെയ്ത്തായ ഇസ്ലാമിൽ യേശുവിനെ എങ്ങനെ കാണുന്നു എന്ന് പറയുന്നു. അതായത് എബ്രഹാം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സിമിലർ ആണല്ലോ. എബ്രഹാമിനെ ഇബ്രഹാം എന്ന് വിളിക്കുന്നു. പേര് മാറിയതുകൊണ്ട് ആള് മാറുന്നില്ലല്ലോ. അതായത് ചരിത്രത്തിലെ വ്യത്യസ്ത ആൾക്കാരെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളിലൂടെ ആൾക്കാർ കാണാറുണ്ട്. ഈ പുസ്തകങ്ങളിലുള്ള ഒരു പ്രതിപാദ്യം, നെപ്പോളിയനെ ഹീറോ ആയിട്ടും ടൈറന്റ് ആയിട്ടും കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ നെപ്പോളിയനെ നായകനായിട്ടും വില്ലനായിട്ടും കാണുന്നവരുണ്ട്. പക്ഷേ നെപ്പോളിയൻ ഒരാൾ തന്നെയാണല്ലോ. നമ്മുടെ നാട്ടിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ആദരിക്കുന്നവരും ആദരിക്കാത്തവരും ഉണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി ഒന്നാണ്.
എന്തിന്? മഹാത്മാഗാന്ധി തന്നെ യേശു ക്രിസ്തുവിനെ കാണുന്നത് ഏറ്റവും ആദരവോടെയാണ്. പക്ഷേ മഹാത്മാഗാന്ധി അന്ന് തൻ്റെ അടുത്ത് വന്ന കുറച്ച് ക്രിസ്ത്യൻ സഹോദരങ്ങളോട് പറയുന്നത്, യേശുവിനെ ഏറ്റവും ആദരവോടാണ് ഞാൻ കാണുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ ഒൺലി ബിഗോട്ടൻ സണ്ണായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ കാണുന്നില്ല എന്നാണ്. സ്വാമി വിവേകാനന്ദൻ യേശുവിനെ കണ്ടത് മറ്റൊരു രീതിയിലാണ്. പക്ഷേ സ്വാമി വിവേകാനന്ദനും ഗാന്ധിജിയും അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളും ഇസ്ലാമും എല്ലാം ഒരേ ആളെയാണ് കാണുന്നത്. ഒരേ വ്യക്തിത്വത്തിൻ്റെ, ഒരേ ചരിത്ര പുരുഷന്റെ, ഒരേ വ്യക്തിയുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ, വിശ്വാസങ്ങൾ, കഥകൾ, നറേറ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഖുറാനിൽ യേശു ചെറിയ പ്രായത്തിൽ നടത്തുന്ന മിറാക്കിൾസിനെ കുറിച്ചും തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്നതിനെ കുറിച്ചും ബൈബിളിൽ അത്തരം പരാമർശങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഖുറാൻ മറ്റൊരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതായത് യേശു ക്രിസ്തുവിന് ശേഷം ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കാലത്ത് ക്രിസ്തീയ ചരിത്രത്തിലെ യേശു ക്രിസ്തുവിനെ തന്നെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുകയും റീഇമാജിൻ ചെയ്യുകയാണ്. അതിനോട് വിയോജിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, അതിനോട് വിയോജിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരേ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ഇവർ പറയുന്നത് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. അടുത്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, ദി ഓക്സ്ഫോർഡ് ഹാൻഡ് ബുക്ക് ഓഫ് ക്രിസ്റ്റോളജി. അതിലും വളരെ ഡീറ്റെയിൽ ആയി യേശു ക്രിസ്തുവിനെ ബൈബിളിലും ഖുറാനിലും കാണുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കും. ഈ വ്യത്യാസങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കണമെങ്കിൽ ഒരേ വ്യക്തിയെക്കുറിച്ച് ആയതുകൊണ്ടാണല്ലോ വ്യത്യാസങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതായത് അവരുടെ ക്രൂസിഫിക്ഷൻ അടക്കമുള്ള, കുരിശുമരണം അടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറ്റ് വാസ് മെയ്ഡ് ടു ബി അപ്പിയർ സോ, അത് അങ്ങനെയാണ് എന്ന് കാണിക്കുക മാത്രമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ കുരിശുമരണം നടന്നിട്ടില്ല എന്നാണ് ഇസ്ലാമിക പുസ്തകം പറയുന്നത്. അത് തന്നെ നമുക്ക് അംഗീകരിക്കാതിരിക്കാം. പക്ഷേ ഒരേ വ്യക്തിയെക്കുറിച്ചുള്ള മറ്റൊരു നറേഷൻ, വ്യാഖ്യാനം, വിലയിരുത്തൽ, ചരിത്രത്തിൻ്റെ മറ്റൊരു ഇൻ്റർപ്രിട്ടേഷനാണ് അവർ നൽകുന്നത് എന്നുള്ള കാര്യം വളരെ വസ്തുതാപരമായി തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പം യഥാർത്ഥത്തിൽ ഈ ഡിബേറ്റിൻ്റെ വസ്തുത എന്താണ്, ഫാക്റ്റ് എന്താണ്? യഥാർത്ഥത്തിൽ പരിശുദ്ധ ബൈബിൾ യേശു ക്രിസ്തുവിനെ കാണുന്നത്, അല്ലെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കുന്നവർ കാണുന്നത് യേശു ക്രിസ്തുവിനെ ദൈവമായി കാണാറും ദൈവപുത്രനായി കാണാറും. എന്നാൽ പോപ്പ് സൂചിപ്പിക്കുന്നത് പോലെ ഇസ്ലാം കാണുന്നത്, ഖുറാൻ കാണുന്നത് യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടാണ്. വളരെ കൗതുകം എന്ന് പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ച് 19-ാം ചാപ്റ്ററാണ്. അമ്മയായ മറിയത്തെക്കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ പരിശുദ്ധ ഖുറാനിലുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അമ്മയെ വളരെ ആദരവോടെ കാണുകയും യേശു ക്രിസ്തുവിൻ്റെ അമ്മയെ വളരെ, പോപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വിത്ത് പീറ്റി ആൻഡ് ഡിവോഷൻ അവരെ സ്മരിക്കുന്നത് പോലും മുസ്ലിം സമൂഹത്തിനിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരേ വ്യക്തിയെക്കുറിച്ചല്ലേ കാണുന്നത്. പലപ്പോഴും നമ്മൾ പലരും ചെയ്യുന്നത് അങ്ങനെ അല്ലെന്ന് തെളിയിക്കാൻ അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള 2-3 ഇൻകൺസിസ്റ്റൻസി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുകയും അതിനെ പർവ്വതീകരിക്കുകയും ചെയ്യുകയാണ്. അത് വ്യാഖ്യാന വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലെ വ്യത്യാസമാണ്, വിവരണത്തിലെ വ്യത്യാസമാണ്. ഇന്നലെ നടന്ന സംഭവം, അതായത് ഇന്ന് മെയ് 23 മെയ് 22 നടന്നൊരു സംഭവം നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത പത്രങ്ങളിൽ വായിച്ചാൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് നമുക്ക് കിട്ടുക. മനോരമ കൊടുക്കുന്നതല്ല മാതൃഭൂമി കൊടുക്കുക, മാതൃഭൂമി കൊടുക്കുന്നതായിരിക്കില്ല ദേശാഭിമാനി കൊടുക്കുക, ദേശാഭിമാനി കൊടുക്കുന്നതായിരിക്കില്ല ജന്മഭൂമി കൊടുക്കുക, ജന്മഭൂമി കൊടുക്കുന്നതായിരിക്കില്ല ചന്ദ്രിക കൊടുക്കുക. ഓരോ പത്രത്തിനും അവരുടേതായ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കാണാം. ചിലത് കോൺഗ്രസിൻ്റെ, ചിലത് കമ്മ്യൂണിസ്റ്റുകാരുടെ, ചിലത് മുസ്ലിം ലീഗിൻ്റെ, ചിലത് BJPയുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കാണാം. പക്ഷേ സംഭവിക്കുന്ന ചരിത്രം ഒന്നാണ്. ആ ഒന്നിനെ വ്യത്യസ്തമായി കാണാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ചരിത്രത്തിലെ ഫാക്റ്റ് ഒന്നെന്നാണ്. അവിടെയാണ് നമ്മൾ പറയാറുള്ളത്, ഫാക്ട്സ് ആർ ദി സെയിം, ഇന്റർപ്രിട്ടേഷൻസ് മേ ബി ഡിഫറെൻറ്റ്. വസ്തുതകൾ ഒന്നാണ്. ആ വസ്തുതകളെ നമ്മൾ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് വിവരിക്കുന്ന വേദിയിൽ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാനിവിടെ എന്താണ് ആർഗ്യൂ ചെയ്യാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്, അതായത് ഇവിടെ ഞാൻ ആർഗ്യൂ ചെയ്യില്ലാത്ത കാര്യം എന്താണ്, ഇവർക്ക് രണ്ടും ദൈവശാസ്ത്രപരമായ ഒരേ വ്യാഖ്യാനമാണോ കൊടുക്കുന്നത്? ഒരു കാരണവശാലും അല്ല. ദൈവശാസ്ത്രപരമായി വ്യത്യാസങ്ങൾ ഇവരുടെ രണ്ടിലിടയിലും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ വ്യത്യസ്ത ക്രിസ്തീയ സഭകൾക്കില്ലേ, വ്യത്യസ്ത വിശ്വാസ സമൂഹങ്ങൾക്കിടയിലില്ലേ? പക്ഷേ ചരിത്രത്തിൽ ഇവരെല്ലാം ആദരിക്കുന്നത്, ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒരേ വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരേ സ്രഷ്ടാവിനോടോ അല്ലെങ്കിൽ ഒരേ ചൈതന്യത്തോടോ ആണ്. ആ രീതിയിൽ ഞാൻ ആർഗ്യൂ ചെയ്യുന്നത്, ബൈബിൾ ആൻഡ് ഖുറാൻ റെഫർ ടു ദി സെയിം ഹിസ്റ്റോറിക്കൽ ഫിഗർ. അതായത് പരിശുദ്ധ ബൈബിളിലും പരിശുദ്ധ ഖുറാനിലും കാണിച്ചിരിക്കുന്നത് ഒരേ വ്യക്തിത്വത്തെയാണ്, ഒരേ ചരിത്ര വ്യക്തിത്വത്തെയാണ്. കൗതുകം എന്ന് പറയട്ടെ, പ്രവാചകൻ മുഹമ്മദ് നബിയെ പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നതിൻ്റെ 5 ഇരട്ടിയോളം അവസരങ്ങളിൽ യേശു ക്രിസ്തുവിനെ ഖുറാനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ഡിറക്റ്റ് റെഫറൻസ് ആയി 25 തവണയാണ് പരിശുദ്ധ ഖുറാൻ മെൻഷൻ ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ ഇൻഡിറക്റ്റ് ആയിട്ട്
187 തവണ മെൻഷൻ ചെയ്യുന്നു എന്നാണ് ചില ഖുറാൻ പണ്ഡിതന്മാർ ക്ലെയിം ചെയ്യുന്നത്. അതായത് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ, അൽ മസീഹ് അല്ലെങ്കിൽ മിഷിഹ എന്ന രീതിയിൽ, മേരിയുടെ മകൻ എന്ന രീതിയിൽ, പ്രവാചകൻ എന്ന രീതിയിൽ, ദൈവത്തിൻ്റെ ശബ്ദം എന്ന രീതിയിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളായി യേശുക്രിസ്തുവിനെ ചില ആൾക്കാർ 90 എന്ന് പറയുന്നു, ചില ആൾക്കാർ പ്രൊനൗൺസും നൗൺസും എല്ലാം കൂടെ ചേർത്ത് 187ഓളം തവണ യേശുക്രിസ്തുവിനെ മെൻഷൻ ചെയ്യുന്നു എന്ന വസ്തുത, അല്ലെങ്കിൽ വ്യത്യസ്ത 90 മുതൽ 180 വരെ, 90 മുതൽ 180 തവണ വരെ യേശുക്രിസ്തുവിനെ മെൻഷൻ ചെയ്യുന്നു എന്ന ഫാക്ട് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഒരേ ആളാണ്. സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? യേശുവിൻ്റെ അമ്മയുടെ പേര് മേരി എന്നാണ്, അറബിക്കിൽ അത് മറിയം എന്നാണ് പറയുന്നത്. ടൈറ്റിൽ മെസ്സിഹ എന്ന് വിളിക്കുന്നത് അവർ അൽ മസീഹ് എന്ന് വിളിക്കുന്നു. മിറക്കിൾസ് വളരെ സിമിലർ ആണ്. ഹീലിംഗ് ഉണ്ട്, റേസിംഗ് ദ ഡെഡ് ഉണ്ട്, വ്യത്യസ്ത സയൻസ് കാണിക്കുന്നുണ്ട്. വെർജിൻ ബർത്തിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. മിറാക്കുലസ് ബർത്ത് ആണെന്ന് രണ്ടുപേരും പറയുന്നു. ഇസ്രായേലിന്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ജനതയ്ക്ക് വേണ്ടിയാണ് അയക്കുന്നതെന്ന് പറയുന്നു. യേശുവിൻ്റെ ഡിസൈപ്പിൾസിനെ കുറിച്ചും ഹവാരിയൂൺ എന്ന വാക്കാണ് അവരതിൽ ഉപയോഗിക്കുന്നത്. അത് യുണീക്ലി ഓണേർഡ് ബൈ ഗോഡ് ആണ് ഈ പ്രവാചകൻ. ഇത്തരം ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് വ്യത്യാസങ്ങൾ മാത്രം നമ്മൾ എടുക്കുന്നത്? പലപ്പോഴും അത് മതങ്ങൾ തമ്മിലുള്ള വൈര്യത്തിൻ്റെ, കോമ്പറ്റീഷൻ്റെ, പരസ്പര വിരോധത്തിൻ്റെ ഒരു തലത്തിൽ കൂടി നിന്നുകൊണ്ടാണ്. അതായത് സാധാരണഗതിയിൽ ഞാൻ ദൈവമായി കാണുന്ന ഒരു വ്യക്തിയെ ബാക്കിയുള്ളവർ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്താൽ എനിക്ക് സന്തോഷമാണ് വരേണ്ടത്. പക്ഷേ പല ആൾക്കാർക്കും അങ്ങനെ അല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ വളരെ അൺകോൺഷ്യസ്ലി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കോൺഷ്യസ്ലിയോ സബ് കോൺഷ്യസ്ലിയോ നിലനിൽക്കുന്ന പരസ്പര വിരോധം, ഹിന്ദു വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ മുസ്ലിം വിരോധമോ വിശ്വാസ വിരോധമോ ഒക്കെ ഉള്ളപ്പോൾ ഈ സിമിലാരിറ്റീസിനെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ച അവസ്ഥയിൽ ലോകത്തിൽ ഇതിനെക്കുറിച്ച് പഠിച്ച വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട ക്രിസ്തീയ സഭകൾ, അവയിൽ ഇന്നർ ഡിബേറ്റുകൾ നടക്കുകയും മറ്റും ചെയ്തു. വത്തിക്കാൻ്റെ 5 വർഷത്തോളം പ്രിപ്പയർ ചെയ്യുന്ന നോസ്ട്ര അറ്റേറ്റയിൽ ചില വിഭാഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ബാക്കി മതങ്ങളെക്കുറിച്ച് നമ്മൾ പോസിറ്റീവായി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പരാജയവും അല്ലെങ്കിൽ എന്തെങ്കിലും പുറകോട്ട് പോകലാണ് എന്ന് വാദിക്കുന്നവരവരുണ്ട്. പക്ഷേ അതിനെയെല്ലാം മറികടന്നാണ് അവരിലെ മോഡറേറ്റുകൾ, കുറച്ചുകൂടെ എന്താ പറയണേ, ബഹുസ്വരതയുടെ പാലം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരുമയുടെ പാലം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സ്റ്റേറ്റ്മെന്റ്സുമായി പുറത്തു വരുന്നത്. ഇതെല്ലാം ഈ ഡിബേറ്റുകളുടെ പശ്ചാത്തലത്തിലും കൂടി ചരിത്രത്തിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കോറായിട്ട് ആർഗ്യൂ ചെയ്യുന്ന പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ കോറായിട്ട് ആർഗ്യൂ ചെയ്യുന്ന വാദഗതി, ചരിത്രത്തിന്റെ കണ്ണിൽ പരിശുദ്ധ ബൈബിളിലെ ജീസസും അല്ലെങ്കിൽ ജീസസ് നിന്ന് വിളിക്കുന്ന ഈ ജീസസ് എന്ന വാക്ക്, ആ പദം തന്നെ ആധുനികമാണ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ ജെ എന്ന് പറയുന്ന സൗണ്ടോ വേർഡോ വരുന്നത് 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലുമാണ്. അതിനു മുമ്പ് ജെ എന്ന വാക്ക് ഇന്ന് കാണുന്ന രീതിയിലില്ല. ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നായിരുന്നില്ല, റോമിയോ ആൻഡ് യൂലിയറ്റ് എന്നായിരുന്നു അന്നത്തെ കാലത്തെ പ്രൊനൗൺസിയേഷൻ. ജെ ഉണ്ടാകുന്നത് തന്നെ 1500കളുടെ അവസാനത്തോളം 1600കളിലൊക്കെയാണ് ജെ എന്ന ശബ്ദം ഇന്ന് കാണുന്ന രീതിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ജീസസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അല്ലെങ്കിൽ ജീസസ് എന്ന വാക്കിലൂടെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് പോലെ റെപ്രസെന്റേഷനിൽ വ്യത്യാസം കാണാം, വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം കാണാം. എന്നാൽ അടിസ്ഥാനപരമായ വസ്തുതയിൽ അവരൊന്നാണ് എന്ന് തിരിച്ചറിയാതെ ലോകത്തിന് കോമണാലിറ്റി ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ കോമണാലിറ്റി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എബ്രഹാമിക് അക്കോർഡ്സ് പോലുള്ള കാര്യങ്ങൾക്ക് വരുന്നത്. എബ്രഹാമിക് അക്കോർഡ്സ് അമേരിക്കയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. എന്തുകൊണ്ടാണ് മധ്യപൂർവ്വ ഏഷ്യയിൽ എബ്രഹാമിക് അക്കോർഡ്സ് വരുന്നത്? കാര്യം എബ്രഹാം പിതാവിനെ എല്ലാവരും യോജിക്കുന്നു. ആ എബ്രഹാമിൽ നമുക്ക് യോജിപ്പ് കണ്ടെത്താമെന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും തീരുമാനിക്കുന്നു. അതാണ് എബ്രഹാമിക് അക്കോർഡ്സ്. അതേപോലെ ലോകത്തിൽ തന്നെ സാമ്യങ്ങളും സമാനതകളും യോജിപ്പും കണ്ടെത്താൻ കഴിയുന്ന ഒരു ചരിത്ര വ്യക്തിത്വവും ഒരു ദൈവീക വ്യക്തിത്വവുമാണ് യേശുക്രിസ്തു. യഥാർത്ഥത്തിൽ ലോകത്തിന് ഒരു ജീസസ് അക്കോർഡ്സ് പോലുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ലോകത്തിൽ സമാധാനവും അല്ലെങ്കിൽ സഹിഷ്ണുതയും പരസ്പര സാഹോദര്യവും ഉണ്ടാകാൻ. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച വത്തിക്കാൻ്റെ അടക്കമുള്ള സ്റ്റേറ്റ്മെന്റ്സ് എടുത്തു വായിക്കേണ്ടത്. ചരിത്രത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ പലപ്പോഴും വിദ്വേഷവും വിരോധവും ഉണ്ടായി കാണാം. എന്നാൽ അത് മറന്ന് സഹവർത്തിത്വത്തിനു വേണ്ടി നമ്മൾ പലപ്പോഴും ഒരുമിക്കണം, അല്ലെങ്കിൽ ഒരുമയോടെ മുമ്പോട്ട് പോകണം. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് വത്തിക്കാൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമാണ്. അത് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരു കോംപ്രമൈസ് അല്ല, അതൊരു പൊളിറ്റിക്കൽ കോംപ്രമൈസോ സോഷ്യൽ കോംപ്രമൈസോ അല്ല. ഒരു സ്പിരിച്വൽ ട്രൂത്തിന്റെ, ആത്മീയമായൊരു സത്യത്തിന്റെ യോജിപ്പിലെ മേഖലകൾ അവർ കണ്ടെത്തുന്നതാണ്. ചില ആൾക്കാരെങ്കിലും കത്തോലിക്ക സഭയുടെ ആ നിലപാടുകളെ ഇവർ അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയാണെന്നോ കോംപ്രമൈസ് ചെയ്യുകയാണെന്നോ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെയല്ല, ഇത് പഠിച്ചാൽ ആർക്കും കാണാൻ കഴിയും. അതായത് പരിശുദ്ധ ഖുറാൻ പഠിക്കുമ്പോഴും പരിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോഴും ആർക്കും കാണാൻ കഴിയും
സെയിമായ ചരിത്ര വ്യക്തിത്വത്തെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇസ്ലാമിക വിശ്വാസപ്രകാരം അവസാന കാലത്ത് യേശുക്രിസ്തു തിരിച്ചു വരുമെന്നാണ്. അവസാന കാലത്ത് യേശുക്രിസ്തു തിരിച്ചു വരുമെന്നും വളരെ സിമിലറായ ബിലീഫ്സ് ഉണ്ട്. അപ്പോൾ ഒരു സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായത്തിനുള്ളിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നിൽക്കുന്നത് പോലെ വ്യത്യസ്ത മതങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഒരുപക്ഷെ നിൽക്കുന്നതാകാം. ആ വ്യാഖ്യാനങ്ങളുടെ വ്യതിരിക്തതയും വ്യത്യാസങ്ങളെയും മനഃപൂർവ്വം പർവ്വതീകരിക്കാതെ അല്ലെങ്കിൽ അതിലെ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തുന്ന സത്യത്തിന്റെ ബേസിൽ, കോംപ്രമൈസിന്റെ ബേസിലല്ല, ട്രൂത്തിന്റെ ബേസിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ടാകുമ്പോഴാണ് ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം എണ്ണിയെടുത്ത തെളിവുകളാണ്. എണ്ണിയെടുത്ത തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓരോ തെളിവുകളും, അതായത് ഈ പറയുന്ന തെളിവുകൾ പരിശുദ്ധ ബൈബിളും പരിശുദ്ധ ഖുറാനും കാര്യമായി പഠിക്കുന്ന അല്ലെങ്കിൽ അതിലെ അതോറിറ്റീസ് ആയ വ്യക്തികൾ, ലോകത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികൾ അവരുടെ റിസർച്ചിന്റെ ഭാഗമായി കണ്ടെത്തുകയും ഔദ്യോഗികമായി അംഗീകരിക്കുകയും പല തവണ പിയർ റിവ്യൂഡ് റിസർച്ച്, അതായത് പ്രത്യേകിച്ച് ലോകത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റി പ്രസ്സുകളും ഒക്കെ ഏതെങ്കിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വളരെയധികം ഇൻഡെപ്ത് സ്റ്റഡിയും മറ്റും നടത്തുന്നുണ്ട്. അപ്പോൾ ചിലപ്പോഴെങ്കിലും, ഞാൻ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ചേക്കാം, വ്യത്യാസങ്ങളില്ലേ? ആ വ്യത്യാസങ്ങൾ പലപ്പോഴും മൈനറാണ്, ഡിസ്ക്രിപ്ഷനിലുള്ള വ്യത്യാസമാണ്, സബ്സ്റ്റാൻഷ്യൽ വ്യത്യാസമല്ല. ഇപ്പോൾ ഉദാഹരണം, ചില ആൾക്കാർ പറയുന്നു യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്, ആരോണിന്റെ സഹോദരിയാണ് തുടങ്ങിയ വാദഗതികൾ പലരും പറയാറ്. അത് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രം, ആ വംശപരമ്പരയിൽ വരുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന കാര്യമാണ്. ഇപ്പൊ മത്തായി സുവിശേഷത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ദാവീദിന്റെ മകനായ, അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശു ഡേവിഡിന്റെ മകനാണോ യേശു? അല്ല. പക്ഷേ അത് ഫിഗറേറ്റീവായി പറയുന്നതാണ്, അഥവാ സിംബോളിക്കായി പറയുന്നതാണ്. സിംബോളിക്കായി ആ ലൈനേജിനെ സൂചിപ്പിക്കാൻ, ആ വംശപാരമ്പര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതേപോലെ അമ്മ മറിയയെക്കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, സൂറ അൽ മറിയം എന്നാണ് ഓർമ്മ ശരിയാണെങ്കിൽ 19 ചാപ്റ്ററിലെ അധ്യായം. ആ 19 ചാപ്റ്ററിൽ വളരെ വിശദമായി ഏറ്റവും ആദരപൂർവ്വമാണ് മറിയത്തെ അല്ലെങ്കിൽ മേരിയെ ഡിഫെൻഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, അവസാന മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ, വളരെ നിഷ്പക്ഷമായി പരിശുദ്ധ ബൈബിളും ഖുറാനും പഠിക്കുകയാണെങ്കിൽ യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ യേശുക്രിസ്തുവാണ് പരിശുദ്ധ ഖുറാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈസ. പേരുകളിൽ വ്യത്യാസം ഉണ്ടാകാം, കാര്യം ഭാഷകൾ വ്യത്യാസമാണല്ലോ. ജീസസ് എന്നല്ലായിരുന്നല്ലോ അദ്ദേഹത്തിനെ വീട്ടിൽ വിളിച്ചിരുന്ന പേര്, നമ്മൾ ഇന്ന് ജീസസ് എന്നാണ് കോമൺലി വേൾഡ് മുഴുവൻ യൂസ് ചെയ്യുന്നത്. പേരുകളിൽ വ്യത്യാസം ഉണ്ടാകാം, റെപ്രസെൻറ്റേഷനിൽ വ്യത്യാസം ഉണ്ടാകാം, ചിത്രീകരണത്തിൽ വ്യത്യാസം ഉണ്ടാകാം, വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ആ വ്യത്യാസം ഉണ്ടാകുന്നത് തന്നെ ഇതൊരേ ചരിത്ര പുരുഷനെ കുറിച്ചാണെന്നും ഒരേ വ്യക്തിയെക്കുറിച്ചാണെന്നും ഒരേ ചരിത്ര സംഭവത്തെക്കുറിച്ചാണെന്നും ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ തെളിവിന് ഉപോത്ബലകമായി ഞാൻ അവിടെ അവതരിപ്പിച്ചത് പോപ്പിന്റെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭയുടെ, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ, ഓക്സ്ഫോർഡിന്റെ, ഏലിന്റെ അടക്കമുള്ള പഠനങ്ങളും റിസർച്ചുമാണ്. ഖുറാനിലെ വ്യത്യസ്ത പദങ്ങൾ, ഖുറാനിൽ ഒരുപാട് തവണ യേശുക്രിസ്തുവിൻ്റെ ഹീലിംഗ് അടക്കമുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഖുറാനിൽ ഡിസ്ക്രൈബ് ചെയ്തത്, ഇപ്പോൾ ഉദാഹരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും രീതിയിൽ യേശുക്രിസ്തു തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്നു എന്നൊരു വിവരണം ബൈബിളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഖുറാനിൽ അങ്ങനെ ഒരു വിവരണമുണ്ട്. ആ വിവരണം ഉള്ളതുകൊണ്ട് ഇത് രണ്ടു പേരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാലാന്തരത്തിൽ അവരാർജിച്ച കഥകൾ, കേട്ട കാര്യങ്ങൾ, സെമിറ്റിക് ഭൂമികയിൽ അല്ലെങ്കിൽ നമ്മുടെ മധ്യപൂർവേഷ്യയുടെ ഭൂമികയിൽ അവിടെ പ്രചരിച്ചിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന പൊതു അബോധത്തിൻ്റെ അല്ലെങ്കിൽ കളക്റ്റീവ് അൺകോൺഷ്യസിൻ്റെ ഭാഗമായിരിക്കുന്ന ടെയിൽസ്, സ്പിരിച്വൽ ടെയിൽസും സോഷ്യൽ ആൻഡ് കൾച്ചറൽ ടെയിൽസും ഒരുമിച്ച് വന്നതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ കൺക്ലൂഷൻ ഇത്രയുമാണ്. ചരിത്രത്തിൽ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു തന്നെയാണ്, പരിശുദ്ധ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധ ഖുറാനിലും ഉള്ളത്. അതിന് തെളിവുകളും പഠനങ്ങളും ലോകത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്ത ക്രിസ്തീയ സഭകളിൽ നിന്നും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഒരുപാട് പേരുടെ രേഖകളിൽ നിന്നും നമുക്കത് വ്യക്തമാകും. അതുകൊണ്ട് ആ ഡിബേറ്റിൽ ഇനിയെങ്കിലും ദൈവശാസ്ത്രപരമായി വിശ്വാസപരമായി വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ടാകാം. അത് എല്ലാ ചരിത്രപുരുഷന്മാരെ കുറിച്ചും ഉണ്ടാകാം. ആ ചരിത്രപുരുഷന്മാരുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഫാക്ച്വലി ജീസസ് ഇൻ ഹോളി ബൈബിൾ ആൻഡ് ഹോളി ഖുറാൻ ഈസ് ദ സെയിം. ഈ പ്രൊപ്പോസിഷനാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. ചരിത്രത്തിന്റെ ദൃഷ്ടിയിൽ, വസ്തുതയുടെ ദൃഷ്ടിയിൽ ഖുറാനിലും ബൈബിളിലുമുള്ള യേശുക്രിസ്തു, ജീസസ്, ഈസ ഒരാളാണ് എന്ന വാദഗതി മുമ്പോട്ട് വെച്ച് എൻ്റെ ആദ്യ സെറ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് ഞാൻ പൂർത്തിയാക്കും. താങ്ക് യു ശ്രീ രാഹുൽ ഈശ്വർ. തുടർന്ന് നമുക്ക് അടുത്ത പ്രസന്റേഷൻ കേൾക്കാം. ശ്രീ അനിൽകുമാർ വി അയ്യപ്പനെ വളരെ ഹാർദമായി ക്ഷണിക്കുന്നു.
തുല്യം ചൊല്ലാൻ ആരുമില്ലാത്തവനും മഹാദൈവവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് എതിർ സംവാദകനായ ശ്രീ രാഹുൽ ഈശ്വറിനും എൻ്റെ സ്നേഹവന്ദനങ്ങൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ അടുത്തിടെ ഒരു വീഡിയോയിൽ യേശു ക്രിസ്തുവും ഈസാ നബിയും ഒരാളാണ് എന്ന് ധൈര്യപൂർവ്വം അവകാശപ്പെട്ടുകൊണ്ടതാണ് ഈ സംവാദം ഇങ്ങനെ ഇവിടെ നടക്കുന്നത്. ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ തെളിവുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ ആരോഗ്യകരമായ സംവാദത്തിൽ പങ്കെടുക്കാൻ ശ്രീ രാഹുൽ ഈശ്വർ കാണിച്ച സന്മനസ്സിന് ഞാൻ നന്ദി പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. കാരണം വർഷങ്ങളായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാരെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുറാനിലെ ഈസയും ബൈബിളിലെ യേശുവും രണ്ടാണ്, ഒന്നാണെന്ന് പറയുന്നത് നിങ്ങൾ സംവാദത്തിന് വരുമെന്ന് പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട്, 20 വർഷത്തോളമായിട്ട്, എനിക്ക് തോന്നുന്നു അതിനും കൂടുതലായിരിക്കും, ഇന്ന് വരെ MM അക്ബർ അടക്കമുള്ള ഒരൊറ്റ ഇസ്ലാമിക ദാവാക്കാരനും ആ ക്ഷണം സ്വീകരിച്ച് ഈ വിഷയത്തിൽ ഡിബേറ്റിന് വന്നിട്ടില്ല, ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇസ്ലാം ക്രൈസ്തവ വിഷയങ്ങളിൽ ക്രിസ്ത്യാനികളുമായി സംവാദം നടത്താൻ മുസ്ലിം പണ്ഡിതന്മാർ പോലും വരാൻ ധൈര്യപ്പെടാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം അതിന് തയ്യാറായത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നത്. ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ വാക്ചാതുരിയെയും അവതരണ ശൈലിയെയും ഞാൻ ബഹുമാനിക്കുന്നു, അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ചരിത്ര സത്യങ്ങളെ വാക്കുകളുടെ വാചാടോപങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മായാജാലങ്ങൾ കൊണ്ടോ നമുക്ക് അധികം നേരം മൂടി വയ്ക്കാൻ കഴിയുകയില്ല. ആലങ്കാരികമായ വാക്കുകളല്ല, അനിഷേധ്യമായ വസ്തുതകളാണ് നാം ഇന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. വികാരങ്ങളല്ല, വിവേകമാണ് നമ്മെ നയിക്കേണ്ടത്. ഈ സംവാദത്തിന് നമുക്കറിയാം സമയപരിമിതിയുണ്ട്. ആദ്യമേ തന്നെ മോഡറേറ്റർ പറഞ്ഞു 30 സെക്കൻഡാണ് വിഷയാവതരണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും പറയാൻ എനിക്ക് സാധിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയ ഒരു പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ്, കിൻഡിൽ എഡിഷൻ. ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവും ക്രൂശിക്കപ്പെടാത്ത ഈസാ നബിയും അനുകരണങ്ങളിൽ വഞ്ചിതരാകരുത്. ആ പുസ്തകം താല്പര്യമുള്ളവർക്ക്, ഈ വിഷയത്തിൽ കൂടുതൽ ഡെപ്തായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന അതിലെ ചില പോയിന്റുകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് വെറും ഒരു ഭൗതിക തർക്കമല്ല, മാനവരാശിയുടെ ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനകളിൽ ഒന്ന് തുറന്നു കാണിക്കുന്ന നിമിഷങ്ങളാണിത്. ഈ സംവാദം അവസാനിക്കുമ്പോൾ യേശു ക്രിസ്തുവും ഈസയും തികച്ചും വ്യത്യസ്തരായ 2 വ്യക്തിത്വങ്ങളാണെന്ന് ശ്രീ രാഹുൽ ഈശ്വറിനും സംവാദം കേൾക്കുന്ന എല്ലാവർക്കും പൂർണ്ണ ബോധ്യം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ഞാൻ എൻ്റെ ഒന്നാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, സാമ്യങ്ങളല്ല വ്യത്യാസങ്ങളാണ് നാം പരിശോധിക്കേണ്ടത്, എപ്പോഴും അതിനെ പരിഗണിക്കേണ്ടത്. അതായത് മനുഷ്യചരിത്രം സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. മനുഷ്യരെ വഞ്ചിച്ചിട്ടുള്ളത് പച്ചയായ തുറന്ന നുണകളല്ല, മറിച്ച് സത്യത്തിൻ്റെ മനോഹരമായ വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്ന അസത്യങ്ങളാണ് എപ്പോഴും മനുഷ്യനെ വഞ്ചിച്ചിട്ടുള്ളത്. അതായത് പൂർണ്ണമായിട്ടും കള്ളമായ ഒരു കാര്യം, അസത്യമായ ഒരു കാര്യം ഒറ്റ കേൾവിയിൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിന് പിടികിട്ടുന്നത് നുണയാണ്, അപ്പോൾ തന്നെ തള്ളിക്കളയും. എന്നാൽ എന്ത് ചെയ്യും, അസത്യമായ കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ അർദ്ധസത്യങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ആ വഞ്ചനയിൽ കുടുങ്ങും. വ്യാജം എക്കാലത്തും വിജയിക്കുന്നത് അതിൻ്റെ ശക്തി കൊണ്ടല്ല, അതിൻ്റെ സൂക്ഷ്മമായ അനുകരണം കൊണ്ടാണ്. ഇപ്പോൾ കള്ളനോട്ടുണ്ടാകുന്നത് ഒറിജിനൽ നോട്ടുള്ളത് കൊണ്ടാണ്, നമുക്കറിയാം. ആ ഒറിജിനൽ നോട്ടിനോട് പരമാവധി അനുകരിച്ച, ഒറിജിനൽ നോട്ടിനെ പരമാവധി അനുകരിച്ചാണ് കള്ളനോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സാമ്യങ്ങൾ കാണും. സാമ്യങ്ങളുള്ളതുകൊണ്ട് രണ്ടും ഒന്നാണോ? ഇന്ത്യ ഗവൺമെൻറ് അടിച്ചിറക്കിയ ഒറിജിനൽ നോട്ടും ഇവിടെ ഏതെങ്കിലും ഒരുത്തന്നെ അടിച്ചിറക്കിയ കള്ളനോട്ടും ഒന്നാണോ? ഒരിക്കലും ആവുകയില്ല. അപ്പോൾ സാമ്യങ്ങളല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, വ്യത്യാസങ്ങളുണ്ടോ നോക്കണം. വ്യത്യാസങ്ങളുണ്ടോ നോക്കിയിട്ട് ഒരൊറ്റ വ്യത്യാസം കണ്ടാൽ ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് കള്ളനോട്ടാന്ന് പറയും, ഇല്ലേ? നമ്മൾ രണ്ടും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ 99 സാമ്യങ്ങൾ കാണും, വ്യത്യാസം ഒരെണ്ണേ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 99 സാമ്യങ്ങളില്ലേ, ഒരെണ്ണം വലിയ കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് കിടക്കും. അതോ ആ ഒരൊറ്റ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് അത് നശിപ്പിച്ച് കളയും? എന്താ ചെയ്യുക? അത് കള്ളനോട്ടാണെന്ന് പറയാം. അപ്പോൾ വ്യത്യാസങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്, സാമ്യങ്ങളല്ല. സാമ്യങ്ങൾ പരിഗണിച്ചാൽ നാം വഞ്ചിക്കപ്പെടും, കെണിയിൽപ്പെടും. അങ്ങനെ ഉണ്ടാകരുത്. അതാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളതും നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതുമായ പണത്തിൻ്റെ കാര്യത്തിൽ, കേവലം ഭൗതികമായ ഭൂമിയിൽ വെച്ച് നശിച്ചു പോകുന്ന പണത്തിൻ്റെ കാര്യത്തിൽ നാം സാമ്യങ്ങളല്ല വ്യത്യാസങ്ങളാണ് പരിഗണിക്കുന്നതെങ്കിൽ
സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവിൻ്റെ കാര്യത്തിൽ, ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ എന്തിന് സാമ്യങ്ങളുടെ പുറകെ പോകണം? പണത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമാണ് പരിഗണിക്കുന്നത്, ആത്മീയ കാര്യങ്ങളിൽ സാമ്യം പരിഗണിക്കണം. വേണ്ട, ആവശ്യമില്ല. നാം എപ്പോഴും വ്യത്യാസങ്ങൾ മാത്രം പരിഗണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11:4 ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ വേറൊരുത്തം വന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ സഹിക്കുന്നത്, പൊറുക്കുന്നത് ആശ്ചര്യം. നിങ്ങളങ്ങനെ വഞ്ചിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്, എക്കാലത്തുമുള്ള വിശ്വാസികൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. യഥാർത്ഥ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ മാറ്റിക്കളയാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യും? ഇതേപോലെയുള്ള ഓരോരോ വ്യാജങ്ങളുമായിട്ട് വരും, ഓരോരോ ഫേക്കുകളുമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളതിൽ നമ്മൾ കുടുങ്ങിപ്പോകരുതെന്ന് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വറിനോടുള്ള എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഉപരിപ്ലവമായ 100 സാമ്യങ്ങൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിയാത്ത ഒരൊറ്റ വ്യത്യാസമുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായ വ്യത്യാസം കണ്ടാൽ അത് 2 ഒന്നല്ല 2 എന്ന്, അതായത് ഒന്ന് ഒറിജിനലും മറ്റേത് വ്യാജനുമാണെന്ന് താങ്കൾക്ക് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. അത് സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങളാണ്, യേശുക്രിസ്തുവിൻ്റെയും ഈസാ നബിയുടെയും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഓടിച്ചു പോവുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഒരിക്കലും ബാഹ്യമായ രൂപസാമ്യങ്ങളൊന്നുമല്ല, അതല്ല നമ്മൾ നോക്കേണ്ടത്. മറിച്ച് അവർ സ്വന്തം ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവകാശവാദങ്ങളാണ്, അതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ലോകം നോക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവിടെ വരുന്ന സമയത്ത് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ലോകം മുഴുവൻ നോക്കുന്ന 4 അടിസ്ഥാന കാര്യങ്ങളാണ്. അയാളുടെ വ്യക്തിനാമം എന്താണ്, അയാളുടെ ജനന തീയതി, മാതാപിതാക്കളുടെ പേര്, ജനിച്ച സ്ഥലം, ഇതൊക്കെയാണ് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ, ഈ 4 കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഈ ഈസയും യേശുവും ഒന്നല്ല എന്നുള്ളത് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. എന്നാൽ അവകാശവാദങ്ങളുണ്ട്. അതായത് യേശുക്രിസ്തു സ്രഷ്ടാവായ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിലെ ഈസാ നബിക്ക് അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറയാം. യോഹന്നാൻ 14:6 നമുക്കെല്ലാം സുപരിചിതമാണ്. കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഇത് മനുഷ്യചരിത്രത്തിൽ ഒരു വ്യക്തി തൻ്റെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് നടത്തിയ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അതായത് യേശുക്രിസ്തു തൻ്റെ ദൈവത്വമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു കേവലം ഒരു വഴികാട്ടിയല്ല. യേശുക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരാം, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്നൊന്നുമല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഞാൻ തന്നെയാണ് വഴിയെന്ന, വഴികാട്ടി എന്നല്ല, ഞാൻ തന്നെയാണ് വഴി. മാത്രമല്ല, ഞാൻ സത്യം പറയുന്നവനാണെന്നല്ല പറഞ്ഞത്. സത്യം പറയുന്ന പല ആൾക്കാരും കണ്ടേക്കാം, അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല. ഞാൻ തന്നെയാണ് സത്യം എന്നാണ് പറഞ്ഞത്. ഞാൻ ജീവനുള്ളവനാണെന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെയാണ് ജീവൻ എന്നാണ്. ഇത് ദൈവത്തിന് മാത്രം പറയാൻ കഴിയുന്ന അവകാശവാദമാണ്. മാത്രമല്ല, കർത്താവ് പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുകയില്ല എന്നും പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഈ അവകാശവാദം നമ്മൾ നോക്കിയാൽ ഈസാ നബിക്ക് പറയാൻ പറ്റില്ലത്. ഇങ്ങനെ ഇതാണ്, ഞാൻ ആ പുസ്തകത്തിൻ്റെ അകത്ത് ഇതേപോലെ ധാരാളം അവകാശവാദങ്ങൾ ഈസാ നബിക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവരുടെ ഇസ്ലാമിക് തിയോളജിക് റീസൺ അടക്കം വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഇസ്ലാമിനകത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഈ പ്രവാചകന്മാർ വഴികാട്ടികൾ മാത്രമാണ്. അവർ വഴികാട്ടികൾ മാത്രം. ഒരിക്കലും അവർക്ക് ഞാനാണ് വഴി എന്ന് പറയാൻ പറ്റില്ല. ഇനി അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്നാണ് ഇസ്ലാമിക വിശ്വാസം. അപ്പോൾ അതിനകത്തൊന്നാണ് അൽ ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യം. അത് അള്ളാഹു മാത്രമാണ്, അള്ളാഹുവിന് മാത്രമുള്ള പേരാണ്. അതുപോലെ തന്നെ അൽ ഹൈ എന്ന് പറയും. ഹൈ എന്ന് പറഞ്ഞാൽ ജീവൻ, ജീവനുള്ളവൻ, അത് അള്ളാഹു മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവകാശവാദം, അള്ളാഹുവിന് മാത്രമുള്ള ആ ടൈറ്റിൽ ഒരു പ്രവാചകനായ ഈസ എടുത്താൽ അടുത്ത നിമിഷം ഈസ ഇസ്ലാമിന് പുറത്താണ്. മനസ്സിലായ? ഈസ ഇസ്ലാമിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തായി. കാരണം എന്താ? പുള്ളി ശിർക്ക് ചെയ്തു, അള്ളാഹുവിനോട് പങ്കു ചേർത്തു. അള്ളാഹു ഇരിക്കേണ്ട കസേരയിൽ ഈസയും കൂടി കയറിയിരുന്നു. ഈ ഒരു അവകാശവാദം നടത്തിയാൽ അപ്പോഴേ ഈസ പുറത്താണ്. ഇതാണ് ഈസാ നബിയുടെ അവസ്ഥ. ഇങ്ങനെ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ എല്ലാ അവകാശവാദവും നമ്മൾ നോക്കിയാൽ ഇത് യേശുക്രിസ്തുവിന് മാത്രമേ നടത്താൻ പറ്റൂ, വേറെ ആർക്കും പറ്റിയില്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഈ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഇതിന് യേശുക്രിസ്തു ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഈ പിതാവെന്നുള്ള കാഴ്ചപ്പാടേ ഇസ്ലാമിനകത്തില്ല. ഖുർആൻ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയാണ്. അടുത്ത ഇത് നോക്കിയപ്പോൾ അവിടെ സൂറ 6:101 അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവാണ് അവൻ. അവൻ എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? അവനൊരു കൂട്ടുകാരിയും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട് ഇല്ല. ഈ ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത കാരണം മക്കളില്ല, അതുകൊണ്ട് അള്ളാഹു പിതാവല്ല. ഇതാണ് പറയുന്നത്. സൂറ ഇഖ്ലാസിലും പറയുന്നുണ്ട് 112 അള്ളാഹു ആർക്കും ജന്മം കൊടുത്തിട്ടില്ല, അള്ളാഹു ജനിച്ചിട്ടുമില്ല, അവൻ ജനിച്ചിട്ടുമില്ല, ജനിപ്പിച്ചിട്ടുമില്ല. അതായത് പിതൃത്വം ഇല്ല, പുത്രത്വം ഇല്ല. ബൈബിളിലെ ദൈവം പിതാവും പുത്രനുമായിരിക്കുമ്പോൾ അവിടെ പിതൃത്വം ഇല്ല, പുത്രത്വം ഇല്ല. മനസ്സിലായോ? അപ്പോൾ
ഈ പിതൃത്വവും പുത്രത്വവും ഇല്ലാതിരിക്കുക എങ്ങനെയാണ് ഈസാ നബിക്ക് പിതാവ് എന്നുള്ള കാര്യം തന്നെ പറയാൻ പറ്റുക? അതും പറ്റില്ല. അപ്പോൾ അവിടെയും നമ്മൾ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ശ്രീ രാഹുൽ ഈശ്വറിനോടുള്ള എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സ്വന്തം അധികാരത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയാൻ കഴിയാത്ത, അങ്ങനെ എങ്ങാനും പറഞ്ഞു പോയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഈസാ നബി എങ്ങനെയാണ് ബൈബിളിൽ പറയുന്ന രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തു ആകുന്നത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി എൻ്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. ഇവരുടെ സ്വഭാവത്തിലുള്ള അന്തരമാണ് ഈസാ നബിയുടെയും യേശു ക്രിസ്തുവിൻ്റെയും. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചരിത്രത്തിലെ യേശു ക്രിസ്തു സത്യമാണ്. യേശു ക്രിസ്തു അവകാശപ്പെട്ടു, യോഹന്നാൻ പറയുന്നുണ്ട്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുനിന്ന്. അതായത് കൃപയ്ക്കും സത്യത്തിനും ഒരു ആളത്വ രൂപമുണ്ടെങ്കിൽ, ഒരു മനുഷ്യത്വ രൂപമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. സത്യത്തിൻ്റെ സ്വരൂപമാണ് യേശു ക്രിസ്തു. എന്നാൽ ഈസാ നബി അങ്ങനെയല്ല. ഈസാ നബി വ്യാജത്തിന് കൂട്ടു നിൽക്കുന്നവനാണ്, കള്ളം പറയുന്നവനാണ്. രണ്ട് ഹദീസ് ഉണ്ട്, ഞാൻ വായിക്കാം. സ്വഹീഹ് ബുഖാരി, സുന്ന.com സ്വഹീഹ് ബുഖാരി 3444 ഹദീസാണ്. അബൂ ഹുറൈറ നിവേദനം: ഈസ ഒരാൾ മോഷ്ടിക്കുന്നത് കണ്ട് ചോദിച്ചു, നീ മോഷ്ടിച്ചോ? ഇയാൾ മോഷ്ടിച്ചത് ഈസാ നബി നേരിട്ട് കാണുകയും ചെയ്ത്, കണ്ടിട്ട് ചോദിക്കുക, നീ മോഷ്ടിച്ചോ? അപ്പോൾ അയാൾ പറയാണ്, ഇല്ല, ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ലാത്ത അല്ലാഹുവാണ് സത്യം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഈസ പറയാണ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, എൻ്റെ കണ്ണുകളെ ഞാൻ സംശയിക്കുന്നു. അതായത് അവൻ മോഷ്ടിച്ചില്ല എന്ന് കള്ളസത്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പറയാണ്, നീ പറഞ്ഞ കള്ളസത്യം ഞാൻ വിശ്വസിക്കുന്നു, നീ അള്ളാഹുവിൻ്റെ പേരിലല്ലേ സത്യം ചെയ്തത്, ഞാൻ വിശ്വസിക്കുന്നു. ഇത് സുനാൻ ഇബ്നു മാജയിലുണ്ട്. സുനാൻ ഇബ്നു മാജ 2102 ഹദീസാണ്. അതിൽ പറയുന്ന ഈ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എൻ്റെ കണ്ണുകൾ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, ഒരു പ്രവാചകൻ ഭൂമിയിൽ വരുന്നത് ഭൂമിയിൽ സത്യവും നീതിയും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രവാചകനെന്ന് അവകാശപ്പെടുന്ന ഈസാ നബി സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട മോഷണത്തെ നിഷേധിക്കുകയും ആ കള്ളൻ അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്ത കള്ളസത്യത്തോട് കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരുത്തൻ അള്ളാഹുവിൻ്റെ പേരിൽ എന്ത് കള്ളം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അവിടെ വേറൊന്നുമില്ല. അവൻ അള്ളാഹുവിൻ്റെ പേരിലൊരു കള്ളം പറഞ്ഞാൽ ഓക്കെ, പിന്നെ അതിനോട് യോജിച്ചോളണം. അത് കള്ളമാണെന്ന് അറിഞ്ഞാൽ പോലും യോജിച്ചോളണം. ഇതാണ് പഠിപ്പിക്കൽ. മുഹമ്മദ് പഠിപ്പിച്ച കാര്യം അത്, ഇസ്ലാമിലെ പഠിപ്പിക്കലാണത്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു എങ്ങനെയുള്ളവനാണ്? ഈസാ നബി ഇങ്ങനെയാണ് ചെയ്തത്. യേശു ക്രിസ്തു എന്താ ഇങ്ങനെ വല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? ഒരിക്കലില്ല. യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആണെന്ന് പറഞ്ഞവൻ. പിന്നെ പിലാത്തോസിൻ്റെ മുമ്പാകെ മരണത്തിൻ്റെ ഇതിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണ്? സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു എന്നാണ് പറഞ്ഞത്. അതിനായിട്ട് ലോകത്തിൽ വന്നവനാണെന്നാണ് പറഞ്ഞത്. ഈ യേശു ക്രിസ്തു നമുക്കറിയാം, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ കാപട്യങ്ങളെ മുഖത്ത് നോക്കി ശാസിച്ചവനാണ് യേശു ക്രിസ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് ഒരിക്കലും നുണകളോട് സന്ധി ചെയ്യാൻ യേശു ക്രിസ്തുവിന് കഴിയില്ല. പക്ഷേ ഈസാ നബിക്ക് കഴിയും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് രണ്ടൊന്നാകുന്നത്? അപ്പോൾ ശ്രീ രാഹുൽ ഈശ്വറിനോടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സ്വന്തം കണ്ണുകളെ അവിശ്വസിച്ച് മോഷണത്തിനും സത്യത്തിനും കൂട്ടുപിടിക്കുന്ന ഒരാളും സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ക്രൂശുമരണം വരെ നെഞ്ചുവിരിച്ച് നേരിട്ട യേശു ക്രിസ്തുവും ഒരാളാണെന്ന് ചിന്തിക്കാൻ എന്ത് ധാർമ്മിക ന്യായീകരണമാണ് ഉള്ളതെന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ്, വംശാവലിയിലെയും ഗോത്രത്തിലെയും പൊരുത്തക്കേടുകളാണ്. അതിനെക്കുറിച്ച് ശ്രീ രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി. ഇവിടെ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാണിത്. കാരണം ബൈബിളിലെ യേശു ക്രിസ്തു നമുക്കറിയാം കൃത്യമായിട്ട് വംശാവലി രേഖയുണ്ട്. വംശാവലി രേഖയുടെ അടിസ്ഥാനത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ കാര്യം ഇരിക്കുന്നത്. അത് ചരിത്രവസ്തുതയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഖുറാനിലെ ഈസാ നബിയുടെ മാതാവായിരിക്കുന്ന മറിയത്തിൻ്റെ കാര്യം, മറിയത്തെപ്പറ്റി പറയുന്നത്, അഹ്റോൻ്റെ സഹോദരി, സൂറ 19:28, അഹ്റോൻ്റെ സഹോദരി, നിൻ്റെ പിതാവ് ഒരു ദുർമാർഗിയായിരുന്നില്ല, നിൻ്റെ മാതാവ് ഒരു വേശ്യയും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അഹ്റോൻ്റെ സഹോദരി അഹ്റോൻ നമുക്കറിയാം യേശു ക്രിസ്തുവിന് 1500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആൾ. അന്നത്തെ മിരിയാം ഉണ്ടല്ലോ, മിരിയാം, മുഹമ്മദ് തെറ്റിപ്പോയി. മിരിയാമും മറിയാമും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ പ്രശ്നം. അപ്പോൾ അഹ്റോൻ്റെ സഹോദരി, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇസ്ലാമിക പക്ഷത്തുനിന്ന് വരുന്നൊരു ന്യായീകരണമുണ്ട്. അഹ്റോൻ്റെ സഹോദരി എന്ന് വിളിച്ചിരിക്കുന്നത് അത് നേരിട്ടുള്ള സഹോദരി എന്നുള്ള അർത്ഥത്തിലല്ല, ആ വംശപരമ്പരയിൽ, അത് ന്യായീകരണം തന്നെയാണ് എതിർ സംവാദകനും ഇവിടെ പറഞ്ഞത്, ആ വംശപരമ്പരയിൽ പെട്ട ആളായത് കൊണ്ടാണെന്നുള്ളത്. പക്ഷേ ഇവിടെ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടും. എന്താണെന്നറിയോ? ഈ അഹ്റോനും മോശയും മിരിയാമും ഒക്കെ ഇസ്രായേലിൽ ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. മനസ്സിലായി? അപ്പോൾ ആ വംശപരമ്പരയിലാണ് മറിയ വന്നിരിക്കുന്നത്. മറിയ ആരായിരിക്കും? ലേവി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ യേശു ക്രിസ്തു ഏതായിരിക്കും? ലേവി ഗോത്രക്കാരനാണ്. യേശു ക്രിസ്തു ലേവി ഗോത്രക്കാരനാണോ? അല്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പൗരോഹിത്യം സംബന്ധിച്ച് ലേവി ഗോത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തു ആ ഗോത്രത്തിൽപ്പെട്ടവനല്ല. അതുകൊണ്ടാണ് അവൻ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായിരിക്കുന്നത്. അവൻ യഹൂദ ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് സ്പഷ്ടമാണല്ലോ. അപ്പം ബൈബിൾ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ ദാവീദ് രാജാവിൻ്റെ വംശത്തിൽ യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനായിട്ടാണ് പറയുന്നത്, യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ട്. എന്നാൽ ഈസാ നബി ആണെങ്കിൽ ലേഹ്യ ഗോത്രത്തിൽ വരുന്ന ആളാണ്.
ഇതെങ്ങനെയാണ് ശരിയാവുക? ഇത് രണ്ടാണ്. ബൈബിളിലെ യേശു ക്രിസ്തു അല്ല. അപ്പോൾ 1.5 സഹസ്രാബ്ദത്തെ ചരിത്രത്തെയും ഗോത്രത്തെയും തമ്മിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യാജ കഥാപാത്രവും കൃത്യമായ ചരിത്രരേഖകളുള്ള ബൈബിളിലെ യേശു ക്രിസ്തു ഒരിക്കലും ഒരാളാവുകയില്ല. അപ്പോൾ എതിർ സംവാദകനോടുള്ള എൻ്റെ 4ാമത്തെ ചോദ്യം ഇതാണ്: അഹരോൻ്റെ പരമ്പരയിലുള്ള ലേവി ഗോത്രക്കാരനായ ഒരാളും ദാവീദിൻ്റെ പരമ്പരയിലുള്ള യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശു ക്രിസ്തുവും എങ്ങനെയാണ് ഒരാളാകുന്നത്? ഇതാണ് 4ാമത്തെ ചോദ്യം. ഇനി 5ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്, അത്ഭുതങ്ങളുടെ കാര്യം. ഈ അത്ഭുതങ്ങൾ നോക്കി രണ്ടുപേരും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒന്നാണെന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ ഖുറാനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂറ 3:49 5:110 ഒക്കെ ഈസാ നബി ചെയ്തൊരു അത്ഭുതമായിട്ട് പറയുന്നത് അദ്ദേഹം കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപം ഉണ്ടാക്കി അതിന് ഊതി ജീവൻ വെപ്പിച്ച് പറപ്പിച്ചു വിട്ടു എന്നാണ്. അപ്പോൾ ഇത് ബൈബിളിലുള്ളതല്ല, 2-ാം നൂറ്റാണ്ടിലെ ഒരു പാഷാണ്ഡ ഗ്രന്ഥമുണ്ട്. അതായത് അപ്പോസ്തലന്മാർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തലന്മാരുടെ പേരിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതപ്പെട്ട ജ്ഞാനവാദികളുടെ ഇതാണ്. ഇത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകം കുറേയൊക്കെ മലയാളത്തിൽ ക്രൈസ്തവർ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല. ഇത് അപ്പോസ്തലന്മാർ എഴുതിയതല്ലാന്ന് എല്ലാവർക്കും ചരിത്രപരമായിട്ട് എല്ലാവർക്കും അറിയാം. 2-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിൽ ഇത് രഹസ്യ സുവിശേഷങ്ങൾ എന്നുള്ള പേരിൽ ക്രൈസ്തവർ തന്നെ ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൽ തോമസിൻ്റെ ശൈശവ സുവിശേഷം എന്ന് പറയുന്ന ഒരു പാഷാണ്ഡ ഗ്രന്ഥമുണ്ട്, 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടത്. അതിലുള്ള കെട്ടുകഥയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന യേശു എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഈ പണി ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? ശബത്ത് നാളിൽ കളിമണ്ണോട് പക്ഷികളെ ഉണ്ടാക്കി അതിൽ ജീവനൂതി അതിനെ ജീവിപ്പിച്ചു വിട്ടു. ആ കഥ അങ്ങനെ തന്നെ ഖുർആനിലേക്ക് കോപ്പി അടിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. പക്ഷെ ഇവിടെ ചോദ്യം ഇതാണ്, ഇതിന് ഈ ഇങ്ങനൊരു അത്ഭുതത്തിൽ ഇതിൽ ദൈവശാസ്ത്രപരമായിട്ട് എന്ത് ലക്ഷ്യമാണുള്ളത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് വെറും ഒരു മാജിക് പ്രദർശനം മാത്രമല്ലേ? കേവലം ഒരു മാജിക് പ്രദർശനം. കളിമണ്ണുകൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി ജീവൻ കൊടുത്തു, അതൊരു മാജിക് പ്രദർശനം മാത്രം. അങ്ങനെ മാജിക് കാണിക്കാനാണോ യേശു ക്രിസ്തു വന്നത്? യേശു ക്രിസ്തു മാജിക്കാരനായിരുന്നു? അല്ലല്ലോ. യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം നോക്കുക. മനുഷ്യർ അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണം, ഇത് രോഗമാകാം, മറ്റു പല കാര്യങ്ങളൊക്കെ ആകാം, അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ ആശ്വാസത്തിനായിട്ട് വരുന്നു. കർത്താവ് അമാനുഷികമായ വിധത്തിൽ അവർക്ക് സൗഖ്യം നൽകുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നു. അതായത് മനുഷ്യനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ കർത്താവ് ഒരിക്കലും മാജിക് കാണിച്ചിട്ടില്ല, മാജിക്കിന് വേണ്ടിയിട്ടല്ല ചെയ്തത്. ഓരോ മനുഷ്യർ അവരുടെ ബുദ്ധിമുട്ടുകളായിട്ട് വന്നപ്പോൾ അവരെ സഹായിക്കുകയാണ് പ്രകൃത്യാതീതമായ വിധത്തിൽ. അപ്പോൾ ശ്രീ രാഹുൽ ഈശ്വറിനോടുള്ള 5ാമത്തെ ചോദ്യം ഇതാണ്: യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ കളിമൺ പക്ഷിയെ പറപ്പിച്ചു വിടുന്ന ഒരു മാജിക്കുകാരനും മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൻ്റെ കൃപ കൊണ്ട് നികത്താൻ അത്ഭുതങ്ങൾ ചെയ്ത ലോകരക്ഷിതാവും എങ്ങനെ ഒരാളായിത്തീരും? ഒരിക്കലാവുകയില്ല. രണ്ടുപേര് തന്നെയാണ്. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അധികാരത്തിലുള്ള വ്യത്യാസമാണ്, അതായത് പാപമോചനം. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, പക്ഷവാതരോഗിയായ ഒരാൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്ക വരുന്ന സമയത്ത് കർത്താവ് അവനോട് പറയാണ്, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശാസ്ത്രിമാർ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, ദൈവത്തിനല്ലാതെ പാപങ്ങൾ മോചിക്കാൻ കഴിയുന്ന ആർക്കാണ്? അപ്പോൾ ഇവരുടെ ചിന്ത അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവന് പാപമോചനം കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന് തെളിവായിട്ട് അവന് രോഗസൗഖ്യവും നൽകി. അവൻ എഴുന്നേറ്റ് നടക്കും, എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. പക്ഷേ ഈ കാര്യം യേശുക്രിസ്തു പറഞ്ഞ ഈ കാര്യം ഖുർആനിലെ ഈസാ നബിക്ക് പറയാൻ പറ്റില്ല. നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു ഈസാ നബിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപമോചനാധികാരം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും പാപം മോചിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ അധികാരം ഈസാ നബിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ ഈസാ നബി ഇസ്ലാമിന് പുറത്തായി, ശിർക്കാണ്. പിന്നെ അള്ളാഹുവിൻ്റെ അധികാരം പുള്ളി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ശ്രീ രാഹുൽ ഈശ്വറിനുള്ള എൻ്റെ 6ാമത്തെ ചോദ്യം ഇതാണ്: അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പാപമോചനാധികാരം ഉപയോഗിക്കാൻ കഴിവില്ലാത്ത ഈസാ നബിയും മനുഷ്യരാശിയുടെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കാൻ അധികാരമുള്ള ലോകരക്ഷിതാവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരേ വ്യക്തിയാകുന്നതെന്നുള്ളതാണ്. എൻ്റെ 7ാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. അത് ക്രൂശീകരണം സംബന്ധിച്ചുള്ളതാണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിപ്രധാനമായ കാര്യം. കാരണം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ക്രൂശിൽ മരിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ അത് നിഷേധിച്ചുകൊണ്ടുള്ള വേറെ ഏത് യേശുവും, ക്രൂശിക്കപ്പെടാത്ത യേശു എന്ന് പറയുന്നത് ഒറിജിനലല്ല, ഫേക്കാണ്. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് ചരിത്രകാരന്മാരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. ഇപ്പോൾ ബാർട്ടർമാൻ എന്ന് പറയുന്ന ഒരു മാനുസ്ക്രിപ്റ്റ് സ്കോളേഴ്സിൽ ഒരു പണ്ഡിതനുണ്ട്, ബൈബിളിൻ്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പണ്ഡിതനാണ്. അദ്ദേഹം അജ്ഞായവാദിയാണ്, നിരീശ്വരവാദിയല്ല, ദൈവം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ നടക്കുന്ന ഒരാളാണ്. കിട്ടുന്ന എല്ലാ അവസരത്തിലും ബൈബിളിനെ വിമർശിക്കുന്ന ആളുമാണ് ഈ ബാർട്ടർമാൻ. അപ്പോൾ അദ്ദേഹം ഡിഡ് ജീസസ് എക്സിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യമാണ്, റോമാക്കാരാൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ള ഏറ്റവും ഉറപ്പായ വസ്തുതകളിലൊന്നാണ്. അതുപോലെ
ദ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്തും അദ്ദേഹം പറയുന്നുണ്ട്, ചരിത്രത്തിലെ ഏറ്റവും ഉറപ്പായ വസ്തുതകളിലൊന്ന് ജൂദയായിലെ റോമൻ ഗവർണറായ പുന്തിയോസ് പിലാത്തോസിൻ്റെ ഉത്തരവിൻ പ്രകാരം യേശു ക്രൂശിക്കപ്പെട്ടു എന്നതാണ്. മാത്രമല്ല പലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ക്ലിപ്പുകളിലെല്ലാം ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ ഫ്രീ തിങ്കേഴ്സിൻ്റെയും മറ്റുമൊക്കെ ഉള്ളത്, പിന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ബൈബിളിലെ അത്ഭുതങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, യേശു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, പക്ഷേ ചരിത്രപരമായി യേശു ക്രിസ്തു ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹം പിലാത്തോസിനാൽ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതും അംഗീകരിക്കാതിരിക്കാൻ ഒരു ചരിത്രകാരനും കഴിയില്ല. കിട്ടുന്ന ഏതൊരവസരത്തിലും ബൈബിളിനെ വിമർശിക്കുന്ന ആളാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ആളാണ് ഇത് പറയുന്നത്. കാരണം ഇത് പറയാതെ നിവൃത്തിയില്ല. അക്കാദമിക ലോകത്ത് ഇത് പറയാതെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരുത്തൻ നിഷേധിച്ചാൽ അക്കാദമിക ലോകത്ത് അവൻ്റെ എല്ലാ വിലയും പോകും, ഒരു ക്രെഡിബിലിറ്റി പിന്നെ ഉണ്ടാവില്ല. അത്രമാത്രം ചരിത്ര തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ബാറ്റർമാനൊക്കെ ഈ നിലപാടെടുക്കുന്നത്. എന്നാൽ നമ്മൾ ഖുറാനിലേക്ക് വരുമ്പോൾ ഖുറാൻ 4:157 പറയാണ്, അള്ളാഹുവിൻ്റെ ദൂതനായ മറിയമിൻ്റെ മകൻ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ, അതായത് ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഖുറാനിൽ പറയുന്ന ഈ കാര്യം ഇത് ചരിത്രവുമായിട്ട് ഒരിക്കലും ഒത്തുപോകുന്നതല്ല. ഇത് വഞ്ചനയാണ്, മനുഷ്യരോടുള്ള, മനുഷ്യചരിത്രത്തോട് തന്നെ കാണിക്കുന്ന വഞ്ചനയാണിത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്നുള്ള വിഷയത്തിൽ ലോകത്തുള്ള ഒരു ക്രൈസ്തവനും ഒരു പ്രശ്നവും ഇല്ല, ഒരു സംശയവും ആ കാര്യത്തിൽ, ഒരു ഭിന്നതയില്ല. കാരണം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഒരുവൻ കർത്താവായി സ്വീകരിച്ചാലേ അവൻ ക്രിസ്ത്യാനി ആവുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് അവൻ ക്രൂശീകരണം നിഷേധിക്കാൻ പറ്റുക? അപ്പോൾ ക്രൈസ്തവർക്കിടയിൽ ഒരു പ്രശ്നമില്ല ആ വിഷയത്തിൽ, ക്രൂശീകരണം എന്നുള്ളതിൽ. എത്ര ഡിനോമിനേഷൻ ഉണ്ടോ അതിനകത്തൊന്നും ഈ വിഷയത്തിൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഈസാ നബിയുടെ കാര്യത്തിൽ ഇസ്ലാമിനകത്ത് ഇപ്പോഴും ഒരു ഏകാഭിപ്രായമില്ല, ഭിന്നതയാണ്. കാരണം ക്രൂശീകരണം നടന്നിട്ടില്ല എന്ന് 4:157 പറഞ്ഞു. അവർ അവനെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ക്രൂശീകരണം നടന്നതായിട്ട് എല്ലാവർക്കും അറിയാം. ഒരാളെ ക്രൂശിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് പിലാത്തോസിൻ്റെ ഇത് പ്രകാരം ഒരാളെ ക്രൂശിച്ചല്ലോ. അതാരെയാ? അതാരെയാ ക്രൂശിച്ചേ? ഈസാനല്ലാതെ നിങ്ങൾ പറയുന്നു. ശരി, ഈസ അല്ലെങ്കിൽ പിന്നെ വേറെ ആര്? ഈ ഇതിന് ഉത്തരം ഈ പണ്ഡിതന്മാർ നമ്മൾ വായിച്ച ചിരിച്ചിരിച്ചൊരു വഴിയാവും. കാരണം ഓരോ പണ്ഡിതനും ഓരോരോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പുസ്തകത്തിനകത്ത് ഞാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു ഇതായിട്ട് പറയാം. ഈ മൗദൂദിയുടെ, അബുൽ ആല മൗദൂദിയുടെ തഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറുണ്ട്, കമൻട്രി ഉണ്ട്. അതിനകത്ത് പറയാണ്, വഴിയെ പോയ ഏതോ ഒരുത്തനെ പിടിച്ച് യൂതന്മാർ ക്രൂശിച്ചു, യേശു ആണെന്ന് തെറ്റിദ്ധരിച്ചു ക്രൂശിച്ചതാണ്. വഴിയെ പോയ ഏതോ ഒരുത്തനെ, അതാണ് പറഞ്ഞത്. ഇമാം റാസി പറയുന്നത് തെറ്റിദ്ധരിച്ചിട്ടല്ല, മനഃപൂർവ്വമാണ് പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ജൂത നേതാക്കൾ, കാരണം യേശുവിനെ എടുത്തല്ലോ, അള്ളാഹ് എടുത്ത് മുകളിലേക്ക് പോയി പുള്ളി, അപ്പോൾ ഇനിയിപ്പോൾ ക്രൂശിക്കാൻ ഒരാളെ വേണ്ടേ? അപ്പോൾ ബോധപൂർവം ചെയ്തതാണെന്ന് പറയുന്നത്. എന്നാൽ അൽ-തബരി പറയുന്ന, അൽ-തബരിയുടെ കമൻട്രി പറയുന്നത് അത് ഏതോ ഒരുത്തനെ ഒന്നുമല്ല, വഴി പോയവനെന്നല്ല, യൂദാസിനെയാണ് ക്രൂശിച്ചത്. യൂദാസിനെ രൂപമാറ്റം വരുത്തി, ഈസയുടെ രൂപം കൊടുത്തു. അപ്പം വന്നവരൊക്കെ ഈസയാണെന്ന്, ഈസ പോയി യൂദാസ് ഈസയുടെ രൂപത്തിൽ നിൽക്കുന്നത്, അപ്പോൾ ഉടനെ തന്നെ പിടിച്ച് ക്രൂശിച്ചു. അതാണ് പറഞ്ഞത്. ഇബ്ൻ കത്തീറിൻ്റെ തഫ്സീറിൽ പറയുന്നത്, ഇബ്ൻ കത്തീർ ഇതിനേക്കാളും കോമഡിയാണ്. പുള്ളി പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. ഈസ വന്നിട്ട് ശിഷ്യന്മാരോട് പറയാണ്, ആരാണ് എനിക്ക് പകരം കുരിശിൽ കയറാൻ തയ്യാറാകുന്നത്? അപ്പോൾ ഒരു പയ്യനെ എഴുതേക്കും. അപ്പം നീ ചെറുപ്പമാണ്, നീ അവിടെ ഇരിക്കും. വീണ്ടും ചോദിക്കും. അപ്പോഴും ഇവൻ തന്നെ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് വേണ്ടി ഒരുത്തൻ കുരിശിൽ കയറാൻ തയ്യാറായാൽ സ്വർഗത്തിൽ അവൻ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരിക്കുന്നു ഒരു ഓഫർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പയ്യൻ എണീക്കുന്നത്. നീ അവിടെ ഇരിക്കുന്നു പറയും. വീണ്ടും ചോദിക്കും, അവൻ തന്നെ എണീക്കും, വേറെ ആരും എണീക്കില്ല. 3 പ്രാവശ്യം ആയി കഴിയുമ്പോൾ പറയാം, എന്നാൽ ശരിയാണ്, ശരി, നീയാണ് എൻ്റെ സ്നേഹിതനാകാൻ യോഗ്യനായവൻ എന്ന് പറഞ്ഞിട്ട് ഈസ മേലോട്ടും പോവും, ഈ പയ്യനെ ഈസയുടെ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് സ്വമേധയാ ഇവൻ കുരിശിൽ കയറി. ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റൊരു പറഞ്ഞത് യൂദാസിനെയാണ്, തബരിയൊക്കെ പറഞ്ഞത് യൂദാസിനെയാണെന്നാണ്, അതായത് ശിക്ഷ, യൂദാസ് ഒറ്റ കൊടുത്തതിൻ്റെ ശിക്ഷയാണെന്നാണ്. ഇബ്ൻ കത്തീർ പറഞ്ഞ ശിക്ഷയല്ല, അത് അനുഗ്രഹമാണ്. സ്വർഗത്തിൽ ഈസയുടെ അടുത്ത സ്ഥാനം കിട്ടാനുള്ള അനുഗ്രഹമാണെന്ന്. അതായത് ആരെയാണ് ക്രൂശിച്ചതെന്ന് ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. മനസ്സിലായി? ഇവരുടെ ഇടയിലാണ് ഈ പ്രശ്നമുള്ളത്. അതായത് ഒരു നുണയെ ന്യായീകരിക്കാൻ വേണ്ടി, ചരിത്രത്തിൽ നടന്ന ഒരു നുണയെ ഇവർ കള്ളം പറഞ്ഞ് മാറ്റിയപ്പോൾ, അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ ആ നുണയെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ ഇന്നോളം 14 നൂറ്റാണ്ടുകളായിട്ട് ഇപ്പോഴും ഇവരുടെ ഇടയിൽ ഏകാഭിപ്രായമില്ല ആരെയാണ് ക്രൂശിച്ചതെന്നുള്ള കാര്യം. ഈ പല ഇതാണ് പറയുന്നത്. ആധുനിക കാലത്തേക്ക് വരുമ്പോൾ വേറെയും കുറേയൊക്കെ ഉണ്ട്. ഈ പൂർണ്ണമായിട്ടും ജീവിച്ചിരുന്ന, ആയുഷ്കാലം തികഞ്ഞപ്പോൾ മരിച്ചുപോയി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ വരെയുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതാണ് ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ സംശയത്തിലാണെന്നും അവർ ഊഹാപോഹത്തെ പിന്തുടരുകയാണെന്നൊക്കെ ഖുറാനിൽ പറഞ്ഞില്ലേ? കൃത്യമാണ്. ഈസയുടെ കാര്യത്തിൽ ഈ ഭിന്നത ഇപ്പോഴും ഉണ്ട്, യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലില്ല. അപ്പോൾ
അദ്ദേഹത്തോടുള്ള എൻ്റെ ഏഴാമത്തെ ചോദ്യം ഇതാണ്: ചരിത്രകാരന്മാർ ഒന്നടങ്കം അംഗീകരിക്കുന്ന യേശുവിൻ്റെ കുരിശുമരണം എന്ന ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തെ യാതൊരു തെളിവുമില്ലാതെ നിഷേധിക്കുന്ന ഒരു വിവരണത്തെ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ഇത് രണ്ടും ഒന്നാണെന്ന് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഇനി ഞാൻ കുറച്ച് സമയം കൂടി ഇത് പറഞ്ഞുതരാം, ഈ കഥയൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം. അതായത് കുരിശിൽ മരിക്കാത്ത ഈസാ നബി എന്ന് പറയുന്നത് 7-ാം നൂറ്റാണ്ടിലെ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ എന്തോ വലിയ വെളിപ്പാടാണെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇത് പിശാച് ആദ്യമേ തന്നെ ഇതിനെ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി കുരിശിൽ മരിക്കാത്ത യേശു എന്നുള്ളൊരു കഥാപാത്രത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജ്ഞാനവാദികൾ അതിൻ്റെ ഭാഗമായിട്ട് ഡോസറ്റിസം, തോന്നൽ എന്നൊക്കെ പറയുന്നത്, അതായത് ജ്ഞാനവാദികളുടെ വിശ്വാസം എന്ന് പറയുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഭൗതികമായ മനുഷ്യ ശരീരം പാപമാണെന്നും എന്നാൽ ആത്മീകമായിട്ടുള്ളത്, അത് പരിശുദ്ധനായ ദൈവം അല്ലെങ്കിൽ ആത്മീയമായ എന്തും അതെല്ലാം പരിശുദ്ധമാണ്. ദ്രവ്യം പാപമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ ദൈവത്തിന് ഒരു ഭൗതിക ശരീരത്തിലേക്ക്, മാറ്ററായിരിക്കുന്ന പദാർത്ഥമായ ശരീരത്തിലേക്ക് വരാൻ പറ്റില്ല. കാരണം പദാർത്ഥം പാപവും അശുദ്ധവും നിറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചോദ്യം വന്നു, അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായിട്ട് വന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് അത് തോന്നിയതാണ്. 3 മിനിറ്റ് ആണല്ലോ. അപ്പോൾ അത് പറഞ്ഞത് അത് തോന്നിയതാണ്, അത് യേശുവിന് ശരീരം ഉണ്ടായിരുന്നില്ല, അത് തോന്നിയതാണ്, തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് യോഹന്നാനും അപ്പോസ്തലൻ പൗലോസും ഒക്കെ എഴുതുന്നുണ്ട് ഇതിനെ, ഈ ഉപദേശത്തെ ഖണ്ഡിച്ചുകൊണ്ട്. വചനം ജഡമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്ന വെറുതെ അല്ല, ഇതിന് ഖണ്ഡിച്ചിട്ടാണ്. ഞങ്ങൾ കൈകൊണ്ട് തൊട്ടു, ജീവൻ്റെ വചനത്തെ കൈകൊണ്ട് തൊട്ടു എന്ന് പറയുന്നത് ഇതിനെ ഖണ്ഡിച്ചിട്ടാണ്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ അവരുടെ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സുവിശേഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രഹസ്യ സുവിശേഷങ്ങൾ. അപ്പോൾ അതിനകത്തൊന്ന് ഈ പത്രോസിനുണ്ടായ വെളിപ്പാടെന്ന് പറയുന്ന ഇതേപോലത്തെ ഒരു ഇതാണ് അപ്പോക്രിഫ സുവിശേഷം. അതുപോലെ സെക്കൻഡ് ട്രീറ്റീസ് ഓഫ് ദ ഗ്രേറ്റ് സേത്ത് എന്ന് പറയുന്നത് വേറെ. എന്നാൽ ഇത് അതിനുള്ള എൻ്റെ പുസ്തകത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഉദ്ധരണികൾ. എന്നാൽ ഇപ്പോൾ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ബേസിലിഡീസിൻ്റെ പഠനങ്ങളുണ്ട്. അതായത് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ജ്ഞാനവാദ പണ്ഡിതനാണ് ബേസിലിഡീസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം പോയി. പക്ഷേ ആ പുസ്തകത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ഐറേനിയസ്, സഭാപിതാവായ ഐറേനിയസ് അഗെയിൻസ്റ്റ് ഹെറസീസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ബുക്ക് 1 ചാപ്റ്റർ 24 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബേസിലിഡീസ് പറയുന്നതാണ് കൃത്യമായിട്ട്, നിങ്ങൾക്കത് വായിക്കാം. അതുകൊണ്ട് അതായത് യേശു മരണമടഞ്ഞില്ല, മറിച്ച് ഖുറാനക്കാരനായ ശിമിയോൻ എന്നൊരാൾ അവന് പകരം നിർബന്ധിതനായി കുരിശു ചുമന്നു. യേശുവാണെന്ന് തെറ്റായി തോന്നിപ്പിക്കത്തക്ക വിധം ശിമിയോൻ്റെ രൂപം യേശു മാറ്റുകയും അജ്ഞതയും അബദ്ധവും കാരണം ശിമിയോൻ കുരിശിലേറ്റപ്പെടുകയും ചെയ്തു. ഈ സമയം യേശു ശിമിയോൻ്റെ രൂപം സ്വീകരിച്ച് അടുത്ത് നിൽക്കുകയും അവരെ നോക്കി ചിരിക്കുകയും ചെയ്തു. ബേസിലിഡീസിൻ്റെ അവരുടെ ആദ്യം 2-ാം നൂറ്റാണ്ടിലേ ഉള്ള പഠനമാണ്. അപ്പോൾ ഖുറാനിലെ 4:157 പറയുന്നില്ല, അവർ അവനെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല, അവർക്ക് അങ്ങനെ തോന്നിയത്. ഡോസറ്റിസത്തിൻ്റെ ഇതാണത്, തോന്നിയത്, ഇല്യൂഷനാണത് എന്ന് പറഞ്ഞില്ല. അത് ഇവിടെ നിന്നാണ് വരുന്നത്, ജ്ഞാനവാദികളിൽ നിന്നാണ്. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ സഭ ശപിച്ച് തള്ളിക്കളഞ്ഞ ഉപദേശമാണ്. 2-ാം നൂറ്റാണ്ടിൽ സഭ ശപിച്ച് തള്ളിക്കളഞ്ഞ ഉപദേശത്തിന് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിൽ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കണം, വേണം. 2-ാം നൂറ്റാണ്ടിൽ സഭ പറഞ്ഞു ഇത് പിശാചിൻ്റെ ഉപദേശമാണിത് എന്ന് പറഞ്ഞ് ശപിച്ച് തള്ളിക്കളഞ്ഞ സാധനത്തിന് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിൽ വരികയാണ്. ഇത് സ്വർഗത്തിലെ വെളിപ്പാടാണെന്നും പറഞ്ഞ് മുഹമ്മദ് കൊണ്ടുവരുമ്പോൾ നമ്മൾ സ്വീകരിക്കണോ? ഇല്ല, സ്വീകരിക്കേണ്ട ഒരാവശ്യമില്ല. 2-ാം നൂറ്റാണ്ടിൽ സഭ എടുത്ത നിലപാട് എന്താണോ അത് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ ഞങ്ങൾക്കുള്ളത്. ഈസ എന്ന് പറയുന്നത് ഈ ജ്ഞാനവാദികളുടെ യേശുവാണ്. അതാണ് ഈ ഖുറാനിലെ മുഹമ്മദ് കോപ്പി അടിച്ചത്, ബൈബിളിൽ നിന്നല്ല കോപ്പി അടിച്ചത്, ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പോൾ അന്ന് സഭ തള്ളിക്കളഞ്ഞതുപോലെ തന്നെ ഞങ്ങളും തള്ളിക്കളയും. അപ്പോൾ ഞാനിത് എൻ്റെ വിഷയാവതരണോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ.